ഏറെ പ്രിയങ്കരായ ശ്രോതാക്കളെ, നമ്മുടെ ഈ വേദിയിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ രണ്ടാം വേദിയിൽ ഇത് അവസാനത്തെ ഇനമാണ്. എന്തായാലും മലയാള ലളിത സംഗീത ശാഖയിൽ വേറിട്ട ശബ്ദമായ പ്രിയങ്കരനായ സംഗീതജ്ഞനും കടത്തനാടിന്റെ അഹങ്കാരവുമായ ശ്രീ ഇ.വി. വത്സൻ മാഷ് മധുമഴ തന്ന മധുരജന്മം തൊട്ടടുത്ത ദിവസം പുറത്തിറങ്ങാൻ നിൽക്കുന്ന പുസ്തകത്തിന്റെ പേര് കൂടിയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രിയങ്കരനായ ഇ.വി. വത്സൻ മാഷെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലയാള സിനിമ ഗസൽ മേളയിൽ ആർക്കും മറക്കാൻ കഴിയാത്ത വടകരയുടെ മറ്റൊരു മുഖം പ്രിയങ്കരനായ ഭാനുപ്രകാശ്. ഈ വേദി നിയന്ത്രിക്കുന്നത് പ്രിയപ്പെട്ട ഇടത്തിൽ ശ്രീധരൻ അവർകളാണ്. ഇവരെ മൂന്നുപേരെയും സഹർഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീധരേട്ടനെ സൗകര്യം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്യന്തം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത്. കടത്തനാട്ട് സാഹിത്യോത്സവത്തിൻ്റെ ഈ രണ്ടാം പതിപ്പ് കഴിഞ്ഞ 3 ദിവസമായി പ്രതിഭാധനരായ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ചിന്തകന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വിവിധ പരിപാടികളിലൂടെ കടന്നു വന്ന് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ പൊന്നോമനയായ ഗാനരചയിതാവും അതുപോലെ തന്നെ നാടകകൃത്തും നമുക്കെല്ലാം പ്രിയങ്കരനുമായ ശ്രീ ഇ.വി. വത്സൻ മാഷ് ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഭാനുപ്രകാശ് കൂടെയുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരും സംഗീത സബരിയ മുഖമുദ്രയായി സ്വീകരിച്ച വ്യക്തികളാണ്. ഭാനു ഗസൽ സംഗീതം ഉൾപ്പെടെ ഒരു മനോഹരമായ പാട്ടുകൾ ധാരാളമായി ആലപിക്കുന്ന ഒരാളാണ്. അധ്യാപകനാണ്. അതിനേക്കാൾ ഉപരി രണ്ടുപേരും അധ്യാപകരായിരുന്നു. വത്സൻ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംഗീതത്തെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു ശാസ്ത്രീയമായ അറിവുകളൊന്നും അത്രയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം നമുക്ക് മലയാളികൾക്ക് ആയിരക്കണക്കിന് പാട്ടുകളാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1000-ലധികം പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ധാരാളം പാട്ടുകൾ നമ്മുടെ മനസ്സിലൂടെ വത്സൻ മാഷ് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വളരെ ചെറിയ പ്രായം മുതൽ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തറവാട്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ തറവാട് എൻ്റെ വീട്ടിനടുത്ത് കുറിഞ്ഞാലിയോടാണ്. അവിടെ അദ്ദേഹം ചെറിയ പ്രായത്തിൽ കലാസാംസ്കാരിക രംഗത്തൊക്കെ പല വേദികളിലും പാട്ടുകൾ പാടി നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാനും, അന്ന് അദ്ദേഹം പാട്ടുകൾ രചിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ പഴയ ചലച്ചിത്ര ഗാനങ്ങളും ലളിതഗാനങ്ങളും ഒക്കെ പാടി നടക്കുന്ന സമയം മുതലേ അദ്ദേഹത്തെ നല്ല പാട്ടുകാരൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം BMI സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ 1969-ലാണെന്നാണ് ഞാനത് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്, ആദ്യത്തെ രചന നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. അതാണ്. അത് മലയാളി കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 10-40 കൊല്ലക്കാലമായി നെഞ്ചേറ്റിയ ഒരു പാട്ടാണ്. ആ പാട്ട് എനിക്ക് തോന്നുന്നു ചില സിനിമകളിലൊക്കെ വലിയ തോതിൽ വത്സൻ മാഷ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ജഗതി ഏതോ ഒരു സിനിമയിൽ ആ പാട്ട് നിരവധി തവണ പാടുന്നുണ്ട്. പക്ഷേ അത് വത്സൻ മാഷാണ് രചിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല. അത് അത്യന്തം അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് പോലും
എന്നാലും ഞാൻ യാദൃശ്ചികമായി എഴുതിയ അദ്ദേഹം പല രചനകളും അദ്ദേഹം അമ്മക്കുയിൽ പോലെയുള്ള അതുപോലെയുള്ള പാട്ടുകൾ അദ്ദേഹം ധാരാളമായി എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ഈ പാട്ട് ഈ കഴിഞ്ഞു പോയ കാലം എന്ന ഗാനം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അറക്കിലാട്ടെ ദർശന കലാസമിതിക്ക് വേണ്ടി എഴുതിയ പ്രതീക്ഷ എന്ന് പറയുന്നൊരു നാടകത്തിൽ വേണ്ടിയാണ് അദ്ദേഹം ആ പാട്ട് എഴുതിയത്. വളരെ ഒരു മുൻധാരണയോ അല്ലെങ്കിൽ ഒരു മുൻകരുതലോ എടുക്കാതെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ വരികൾ അങ്ങനെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു പാട്ടുകളിൽ ഒന്നാണ് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ എന്നുള്ളത്. അതുപോലെയുള്ള നിരവധി പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഭാനുപ്രകാശും ആയി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. അമ്മക്കുയിലേ പാടൂ, ഈ മനോഹര ഭൂമിയിൽ കഴിഞ്ഞു പോയ കാലം മൊഴിചൊല്ലി പിരിയുമ്പോൾ, കണ്ണ വരം തരുമോ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗാനങ്ങൾ. ഒരുപക്ഷെ സംഗീത ആൽബം എന്ന് നമ്മളൊക്കെ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ 10 പാട്ടുകൾ ആദ്യമായി ഏത് വർഷത്തിലാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പഴയ ടേപ്പ് റെക്കോർഡുകളൊക്കെ ഉള്ള ഒരു സമയത്താണ് 10 പാട്ടുകൾ ഒരു കാസറ്റായി ആദ്യമായി അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അതിന് വലിയ പ്രചാരമാണ് ലഭിച്ചത്. അത് മലയാളികൾ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയുണ്ടായി. ധാരാളം നമുക്കെല്ലാം ധാരാളം അനുഭവങ്ങളുണ്ടാവും. കോഴിക്കോട്ടെ തിരുവനന്തപുരത്തെ ഓട്ടോറിക്ഷകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചില ഓട്ടോറിക്ഷകളിൽ നിന്ന് മാഷിൻ്റെ പാട്ടുകൾ കേൾക്കുന്ന സന്ദർഭങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതുല്യനായ ഒരു കലാകാരനാണ് ശ്രീ വത്സം മാഷ്. വത്സം മാഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ രചനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള മനോഹരമായൊരു പുസ്തകം മധുമഴ തന്ന മധുരജന്മം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വരുന്ന 20-ാം തീയതി ഈ വടകര ടൗൺ ഹാളിൽ വെച്ച് വൈകുന്നേരം നടക്കുന്നുണ്ട്. അതുകൂടി ഞാനിവിടെ കേൾവിക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഭാനുപ്രകാശിനോട് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഭാനുപ്രകാശ് എന്നാണ്. ഞാൻ മേമുണ്ടയാണ് എൻ്റെ സ്വദേശം. ഇപ്പം ജോലി സംബന്ധമായിട്ട് കോഴിക്കോടായത് കാരണം ഒരു 10-20 വർഷമായിട്ട് കോഴിക്കോട് കാരപ്പറമ്പിലാണ് താമസം. അപ്പം എനിക്ക് വത്സം മാസ്റ്ററുമായിട്ടൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 9 വയസ്സ് മുതൽ ഞാൻ ഇതേ രീതിയിൽ ഇതേ ടെക്സ്റ്ററിൽ നമ്മൾ കാണാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയും എനിക്ക് തോന്നുന്ന ഒരു 10, 45, 50, 45 വർഷമെങ്കിലും ആയിട്ട് ഞാൻ അന്ന് കാണുന്നത് ഇതേ രൂപത്തിലാണ് വത്സം മാഷ്. ഇപ്പം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് തുടങ്ങാം. ഞാൻ 97 തൊടുപുഴ BEd സെന്ററിൽ അധ്യാപക വിദ്യാർത്ഥിയായി ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ കൾച്ചറൽ ആക്ടിവിറ്റിയിൽ വന്നിട്ട് ഒരു ഇടുക്കി ജില്ലയുടെ പിന്നെ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് രാജാക്കാട് എന്ന് പറയുന്നത്, മൂന്നാറിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു പെൺകുട്ടി, ജോളി വർഗീസ് എന്ന് പറയുന്നൊരു പെൺകുട്ടി ഇതിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റിയിൽ വന്ന് പാടിയത് വത്സം മാഷിൻ്റെ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ എന്നുള്ള പാട്ടാണ്. അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിലുള്ള ചില വരികൾക്ക് ചില സ്ഥാനഭ്രംശം ഒഴിച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട അതേ പാട്ടാണ് ആ കുട്ടി അവിടെ നിന്ന് പാടിയത്. അപ്പം ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് കുട്ടിയോട് ചോദിച്ചു, ഈ പാട്ട് ആരുടെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഏതോ സിനിമയിലുള്ളതാണ്, ONV ഗ്രൂപ്പിൻ്റെ ആണെന്നാണ് ഞാൻ കേട്ടത് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ പറഞ്ഞത് ONV ഗ്രൂപ്പിൻ്റെ വയലാറിൻ്റെ ഒന്നുമല്ല, എൻ്റെ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ചാലിച്ചെഴുതിയ ഒരു പാട്ടാണ്. അത് ഇനി എവിടെയും വെച്ചിട്ട് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതെൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഇങ്ങനെ പല ഭാഗത്ത് വെച്ചിട്ട്, കേരളത്തിൻ്റെ പല ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പല യാത്രകൾക്കിടയിലും ഇദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അനുഭവത്തോടു കൂടി എനിക്ക് വത്സം മാഷെ
ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ കുട്ടിക്കാലം മുതൽക്ക് കാണാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഈ നാടകത്തിന്റെ പോസ്റ്റർ അടിക്കുമ്പോൾ രചന സംവിധാനം EV വത്സൻ, അത് പാട്ടും EV വത്സന്റെ ആയിരുന്നു. എത്രയോ കാലം, എത്രയോ നാടകങ്ങൾ, സംഗീതം, രചന, നാടകരചന, സംവിധാനവും അതിന്റെ സംഗീതവും EV വത്സൻ. നമ്മൾ മധുമഴ എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ ചരിത്രത്തിന് മുൻപ് നമ്മുടെ വടകരക്കാരുടെ ഒരു വലിയൊരു നാടകക്കാരനായിട്ട് നമ്മൾ വത്സൻ മാസ്റ്ററെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എടയത്ത് ശ്രീധരൻ, അന്ന് വത്സൻ മാഷിന്റെ അനുസാരികളായിട്ടുള്ള കുറെ ആൾക്കാർ, കോമത്ത് രാജൻ, പിന്നെ മാണിക്കോത്ത് കുഞ്ഞിരാമേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാടകത്തിൻ്റെതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വത്സൻ മാഷിന്റെ. അതിനുശേഷമാണ് നമ്മുടെ മധുമഴ എന്ന് പറയുന്ന ഒരു സംഗീത ജീവിതം തുടങ്ങുന്നത്. അതിലുള്ളൊരു അത്ഭുതം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു വർത്തമാന കാലത്ത് ഒരാൾക്കൊരു പാട്ട് പാടി വൈറലാവാനൊക്കെ എളുപ്പം കഴിയും. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കൊടുത്താൽ. ഇതൊന്നുമില്ലാത്ത കാലത്ത് ആൾക്കാരിവിടെ, പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ അന്ന് കേസറ്റിനകത്ത് ഇത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന എത്രയോ കാലത്ത് മധുമഴയുടെ കേസറ്റ്, മധുമഴയിലെ ഒരു പാട്ട്, ഏതോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, പിന്നെ ഒരു കാസറ്റ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയ ആളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരേ ഒരു പാട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലം. അപ്പൊ ഞാൻ വത്സൻ മാഷോട് ചോദിക്കുന്നത്, ആ ഒരു നാടക കാലമുണ്ട് വത്സൻ മാഷ്, ഒരുപക്ഷെ ഒരു മുൻപേയുള്ള തലമുറക്ക് മാത്രം അറിയുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് വത്സൻ മാഷിനൊന്ന് വിശദീകരിക്കാം. നമസ്കാരം. എൻ്റെ ജീവിതകാലം ആരംഭിക്കുന്നത് കലാരംഗം നാടകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നേരത്തെ ഇടയത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻ മാഷ്, കുന്നോഞ്ഞിയിൽ ഇടയത്ത് കൃഷ്ണൻ മാഷ്, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ പോയി താമസിക്കുന്ന കാലത്ത് അവിടെയാണ് കുട്ടിക്കാലം. അവിടെ വെച്ചാണ് ഈ നാടക റിഹേഴ്സലുമൊക്കെ കാണുന്നത്. പിന്നീട് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടക മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാ വർഷവും BMI സ്കൂളിൽ നാടക അവതരണം ഉണ്ടാവും. ആ നാടകത്തിൽ ഒരു നാടകം വളരെ പറഞ്ഞ ഭാനുപ്രകാശ് മാഷ് പറഞ്ഞതുപോലെ അന്ന് വൈറലാകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ പ്രശസ്തമായ രീതിയിൽ ഒരു കൈത്തോക്ക് എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരൻ്റെ കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാടകം അവതരിപ്പിച്ചു. ആ നാടകം അന്ന് വടകരയുടെ മുഖം ഇതൊന്നും ആയിരുന്നില്ല. അന്ന് നമ്മുടെ കോൺവെന്റ് റോഡിൻ്റെ മുന്നിലാണ് കുഞ്ഞിരാമൻ വക്കീൽ താമസിക്കുന്നത്. കുഞ്ഞിരാമൻ വക്കീൽ അന്ന് കുതിരവണ്ടിയിലാണ് കോടതിയിൽ പോകുന്നത്. അല്ലേ? ഇന്ന് സ്റ്റേറ്റ് ബാങ്കിലുള്ള അവിടെ നമ്മുടെ കുഞ്ഞിരാമൻ വക്കീലിൻ്റെ വീടാണ്. അവിടുന്ന് കുഞ്ഞിരാമൻ വക്കീൽ കുതിരവണ്ടിയിൽ കയറിയിട്ട് പോകും. കുതിരവണ്ടി ഓടിക്കുന്നത് എൻ്റെ നാട്ടിലെ ചാത്തുവേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും കാലഘട്ടത്തിന് മുമ്പാണ്. അന്ന് മുനിസിപ്പാലിറ്റി ചെയർമാനായത് ബാലകൃഷ്ണൻ ഡോക്ടറാണ്. നമ്മുടെ ജനതയുടെ ബാലകൃഷ്ണൻ ഡോക്ടറാണ്. ഞാനത് പശ്ചാത്തലം പറയാൻ കാരണം പിന്നൊന്ന് നമ്മുടെ കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന അന്ന് എല്ലാ സമ്മേളനം നടക്കുന്നത് കോട്ടപ്പറമ്പിലാണ്. ആ കോട്ടപ്പറമ്പ് നമ്മളിന്ന് പഴയ സ്റ്റാൻഡ്, ആ പഴയ സ്റ്റാൻഡിൽ വടകര BMI സ്കൂൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ അതിൻ്റെ കോർട്ടിൽ മുഴുവനും ഒരുപാട് ഇങ്ങനെ ഇപ്പോഴുള്ള കാണുന്ന അതൊന്നും ഇല്ലാത്ത ബാഡ്മിൻ്റൺ കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, അതങ്ങനെ മുഴുവനും കോർട്ടാണ്. അപ്പുറത്ത് ചന്ത, ചൊവ്വാഴ്ച ചന്തയൊക്കെ വരുന്ന സമയത്തുള്ള അങ്ങനെയുള്ളൊരു വിജനമായ സ്ഥലമാണ്. അപ്പം അന്ന് കൈത്തോക്ക് എന്നുള്ളൊരു നാടകം 20 മിനിറ്റാണ്. ആ നാടകത്തിൽ ഒരു പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു പട്ടാളക്കാരൻ്റെ കഥ, ഒരു കൈത്തോക്ക് മകന് സമ്മാനമായി അച്ഛൻ കൊണ്ടുകൊടുക്കുന്നു, അത് അബദ്ധവശാൽ പൊട്ടുന്നു, ഒരാൾ മരിക്കുന്നു, ഇങ്ങനെയൊക്കെ. ആ പൊട്ടി മരിക്കുന്നൊരു സമയത്ത് ബാലകൃഷ്ണൻ ഡോക്ടറും അതുപോലെ ചന്ദ്രമതി ടീച്ചർ
വടകര BM സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും ഓർമ്മ ഉണ്ട്, ചന്ദ്രമ ടീച്ചറാണ്. നമ്മുടെ ജവാൻ ടാക്കീസിൻ്റെ തൊട്ടപ്പുറത്ത് കോട്ടയിൽ ബാലകൃഷ്ണ വക്കീലിൻ്റെ ഭാര്യയാണ് ചന്ദ്രമ ടീച്ചർ. ചന്ദ്രമ ടീച്ചറുടെ മകളാണ് ജയശ്രീ ഡോക്ടർ, ഇപ്പോഴത്തെ ജയശ്രീ ഡോക്ടർ. അപ്പോൾ ജയശ്രീ ഡോക്ടറുടെ അമ്മയാണ്. അന്ന് ഈ ടീച്ചറൊക്കെ ഈ നാടകം കാണാൻ വേണ്ടി മുൻനിരയിലായിരിക്കുക. അന്ന് ഈ സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് കിട്ടിയതാ നാടകമാണ് കൈത്തോക്ക്. സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് കിട്ടിയാൽ ഇന്നത്തെ പോലെ കലാപ്രതിഭ, കലാതിലകം ഇത്യാദി സംഭവങ്ങളൊന്നുമില്ല. BM സ്കൂളിൽ ഹെഡ്മാഷ് കുട്ടികളെല്ലാം വിളിക്കും, ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ എല്ലാവരും കൈയടിക്കും. അതോടെ സംഗതി അവസാനിക്കുകയാണ്. ആ ഒരു നാടകം പിന്നെ അവതരിപ്പിക്കും BM സ്കൂളിലെ സ്റ്റേജിൽ. അന്ന് ടീച്ചറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചറിൻ്റെ, ഞാനിപ്പം പറയുമ്പോൾ അതും ഓർമ്മിക്കുകയാണ്, ചന്ദ്രമ ടീച്ചറുടെ മകനുണ്ടെന്ന്, ഈ ജയശ്രീ ഡോക്ടറുടെ നിർമ്മൽ കുമാർ എന്ന പേര്, തമ്പി എന്നാണ് വിളിക്കുക. നിർമ്മൽ കുമാറുണ്ട് നാടകത്തിൽ. ഞാൻ എന്നതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ അഭിനയിച്ച് കണ്ടിരിക്കുമ്പോൾ ഈ അതിൽ ഒരു സ്ഥലത്ത് അന്ന് അശരീരി ഗാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സിനിമയിൽ എവിടെയുണ്ട് ഒരു അശരീരി ഗാനം ഉണ്ടാവും. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാം ദുർവിധി വീണ്ടും എന്നൊക്കെയുള്ള അശരീരി ഗാനം. ഒരുപാട് അശരീരി കാണൂല. സങ്കടകരമായ രംഗത്ത് ഒരു അശരീരി ഗാനം ഉണ്ടാവും. അത് ആളുകൾ അന്ന് ആസ്വദിച്ചിരുന്നു. അതുപോലെ ഈ നാടകത്തിൽ ഒരു 4 വരി അശരീരി ഗാനം, അത് പിൻബെഞ്ചിലിരുന്നിട്ട് കട്ടൻ്റെ പിന്നിലിരുന്നിട്ട് ഞാൻ തന്നെയാണ് പാടുക. അതേ ഭാനുപ്രകാശ് മാഷിപ്പം പറഞ്ഞ പോലെ നാടകരചന സംഗീത സംവിധാനം പറഞ്ഞിട്ട് അന്ന് ബാലചന്ദ്രമേനോനും തമിഴിൽ ഭാരതിരാജല്ല ഭാഗ്യരാജും അവർ ഈ പോലെ ആവണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് നാടക കഥ, സംഭാഷണം, തിരക്കഥ, ഗാനം ഇതൊക്കെ ഒരുമിച്ച് ചെയ്യണം എന്നുള്ള അത്യാർത്തി കൊണ്ടാണ് പാട്ടും പാടുന്നതും ഒക്കെ നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ അബദ്ധവശാൽ കൈത്തോക്ക് പൊട്ടിയിട്ട് കുട്ടി മരിക്കുന്ന ഒരു സീനിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ തന്നെ പാടും. അന്ന് പാടിയൊരു പാട്ട്, പോയ ബാല്യത്തിനോർമ്മകൾ വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ്, ഇപ്പോൾ ഓർമ്മയില്ല. അത് പാടുകയും ഈ കുട്ടി മരിച്ചതിനെ സംബന്ധിച്ച് അച്ഛനിങ്ങനെ കരയൊക്കെ, അന്നത്തെ ഭാവാഭിനയ ശിവാജി ഗണേശൻ്റെ ആ ടൈപ്പാണ്, ഇങ്ങനെ കരയൊക്കെ ചെയ്തിട്ട് ചന്ദ്രമതി ടീച്ചർ മുൻനിരയിലിരുന്നിട്ട് കരഞ്ഞു നല്ലോണം കരഞ്ഞു. ചന്ദ്രമതി ടീച്ചർ കരഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ ഡോക്ടറും കരഞ്ഞു. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ളവരോട് മറന്നുപോയി. കാരണം അന്ന് അങ്ങനെയാണ് ഫീൽ. ഇന്നാണേ ചിരിക്കൂ, പക്ഷെ അന്ന് കരഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ ഡോക്ടർ ഇത് കഴിഞ്ഞവരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഈ നാടകം നമുക്ക് ഇവിടെ കളിക്കണം. എന്നിട്ട് അനുഭവമൊന്നുമില്ലല്ലോ, കോട്ടപ്പറമ്പ് കളിക്കണം. കോട്ടപ്പറമ്പിൽ എങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് ജില്ലേപ്പള്ളി രാജമാഷ നാടകം ആരാൻ്റെ ഹക്കിൽ 1000 കണ്ണ്. ആ നാടകം അത് ബാലകൃഷ്ണ ഡോക്ടർ തന്നെ അതെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. അന്ന് ഈ 20 മിനിറ്റ് നാടകം ഇത്രയും ജനക്കൂടി, ഇരിങ്ങൽ നാരായണി, ചേന്നമംഗലം ബാലകൃഷ്ണൻ, വില്ലേപ്പള്ളി രാജമാഷ്, അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരാണ് നാടകത്തിലുള്ളത്. അതിനിടയ്ക്കാണ് നമ്മളൊരു ചെറിയ നാടകം 20 മിനിറ്റ് നാടകം ആദ്യം കളിച്ച് എല്ലാവരും കൂടി കയ്യടിച്ച് ആഘോഷിച്ചു. അതോടുകൂടി എൻ്റെ മനസ്സിൽ ഇനി നാടകം വിട്ടുള്ള കളിയില്ല എന്ന് ഒരു തോന്നലുണ്ടായി. പിന്നെ ഞാൻ നാടകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം എന്നെ നാടകക്കാരനായിട്ട് ആർക്കും അറിയില്ല, പാട്ടെഴുത്തുകാരനായിട്ടേ അറിയൂ. എൻ്റെ കുറച്ച് ദീർഘിച്ചു പോയി വനപ്രകാശ് മാഷ്. അങ്ങനെയാണ് നാടകത്തിൽ ഇഷ്ടമായത്. പിൽക്കാലത്ത് നാടകക്കാരനായിട്ട് തന്നെ ഒരുപാട് നാടകം, അറക്കിലാട് എൻ്റെ ഗ്രാമത്തിലുള്ള അവിടെ വർഷാവർഷം നാടകം ഉണ്ടാവും. ദർശന, ആരാധന, അതുപോലെയുള്ള കൈരളി എന്നെല്ലാം പറഞ്ഞുള്ള അവരുടെ നാടകങ്ങൾ എഴുതും. അപ്പോൾ ആരോഗ്യപരമായ മത്സരം അവിടെ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും വേണ്ടി നാടകം ഞാൻ എഴുതും. 2 പേരാണെന്നുണ്ടായത്, ദർശനയും ആരാധന. അപ്പോൾ ഒരാൾ നാടകം കഴിഞ്ഞാൽ പിറ്റേന്ന് അതെല്ലാം വെച്ചിട്ട് 2ാമത്തെ ദിവസം വേറെ കിട്ടും. കാരണം അവർ പറയുന്ന ഭാഷയാണ്. പിന്നെ 2 കലാസമിതിയിൽ എൻ്റെ നാടകമായപ്പോൾ ഇത് സ്റ്റേജ് പൊളിക്കുന്ന എല്ലാവർക്കും കൂടി ഒരു
സ്റ്റേജായി. അങ്ങനെയൊക്കെ ഒരു ഐക്യം ഈ നാടകം കൊണ്ടുണ്ടാവുകയും പിൽക്കാലത്ത് പിന്നെ അത് ഭാനുപ്രകാശ് മാഷ് പറഞ്ഞത് ഇതിങ്ങനെ വ്യാപിച്ച് ബേമുണ്ട, ഞാൻ അവിടെ ഒരു മിനർവ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വില്യാപ്പള്ളി സുന്ദരകലാ സമിതിയിലെ നാടകം വന്നു. അങ്ങനെയൊക്കെ പയ്യന്നൂർ അങ്ങനെ നാടകം കൊണ്ടിങ്ങനെ രാത്രി പകലാക്കി ഓടി നടക്കുന്ന കാലത്ത് ഭാനുപ്രകാശിൻ്റെ അച്ഛൻ ബാപ്പുവട്ടൻ, മേമുണ്ട് ബാപ്പുവട്ടൻ ഭയങ്കര ഇതാണ്, രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ നാടകമായിട്ട് ഭയങ്കര എന്താണ്. അപ്പം അതിലിടയ്ക്ക് ഒരു കൗതുകമുള്ളൊരു കാര്യം കൂടി പറയാം. ഈ നാടകം ആകാശവാണിയിൽ യുവവാണി എന്നും പറഞ്ഞിട്ട് അവതരിപ്പിക്കാം. ആകെ ഒരു 30 മിനിറ്റാണുണ്ടാവുക സമയം. അപ്പോൾ ആകാശവാണിയിൽ സമയം ഖാൻഗാവിലാണ് അവതരിപ്പിക്കുക. അന്ന് ഈ നാടകം 4 പാട്ടുണ്ടാവും ഒരു നാടകവും. അപ്പോൾ യുവവാണിക്ക് 3 മാസം കഴിയുമ്പോൾ ഒരു അവസരം തരൂ. പക്ഷെ എനിക്കാണെങ്കിൽ മാസാമാസം നാടകം അവതരിപ്പിക്കണം എന്നുള്ള അത്യാഗ്രഹമുണ്ട്. അപ്പോൾ അവരെടുക്കൂല, 3 മാസം കഴിഞ്ഞാൽ പിന്നെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോ ബാനർ മാറ്റിയിട്ട് ഈ അവിടെ നാടകം കൊടുക്കും. വേറെ ഒരു കലാസമിതിൻ്റെ പേരെടുക്കും, വേറൊരു വ്യാജമായിട്ട്. അന്നേരം അവർ വിചാരിക്കും ഇത് വേറെ കലാസമിതിൻ്റെ. അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു ഉള്ളിലുള്ളൊരു കാര്യം, 2250 ഉറുപ്പ്യ അന്ന് പ്രതിഫലം കിട്ടും. 2250 ഉറുപ്പ്യ എന്ന് പറയുന്ന അന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂല ആ വർഷത്തെ ആ കാലത്ത്. അത് കിട്ടാൻ വേണ്ടിയും കൂടിയാണ്. അങ്ങനെ ഒരു യുവാണിക്ക് ഞാൻ അപേക്ഷ കൊടുത്ത്, അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിനെല്ലാം അറിയാം. ഖാൻകാവിലിനും തെക്കോടിയൻ്റെ മകൾ പുഷ്പയല്ലോ ഓർക്കറിയാം ഞാനിത് വ്യാജമായിട്ടാണ് ആളെ കൊണ്ടുവരുന്നത്. കാരണം ഞാനാണല്ലോ എല്ലാത്തിനും പോകുന്നത്. അപ്പോൾ ഓർക്കറിയാമല്ലോ ഇത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരിക്കൽ എമർജൻസി ആയിട്ട് എന്നോട് ഒരു നാടകം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തപ്പോൾ യുവവാണിയാണ്. ഞാൻ ബാപ്പുവട്ടന്, അതായത് ഭാനുപ്രകാശിൻ്റെ അച്ഛനോട് പറഞ്ഞു നമുക്ക് യുവാണിയിൽ പോകണം. ബാപ്പുവട്ടൻ്റെ ഭാര്യ അമ്മ നാരായണി ടീച്ചർ, ബാലൻ മാഷ് അല്ലേ, ആ മാമൻ, ഓരെല്ലാം കൂട്ടിയിട്ട് ഒരു 9 ആളെ പറ്റുക. ഒരാൾ എണ്ണീറ്റാണ് അവിടുന്ന് പൈസ തരിക. ഓരെല്ലാം കൂട്ടിയിട്ട് യുവാണി കൊണ്ട് ബാപ്പുവട്ടന് 55-60 വയസ്സുള്ള ബാലൻ മാഷെല്ലാം കൂട്ടിയിട്ട് നാരായണ ടീച്ചർ എല്ലാം പ്രായമുള്ള ആളാണ്. യുവാണിക്ക് കൊണ്ടുപോയ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1 നാടകം കളിക്കുക, 2 2250 ഉറുപ്പ്യ ആ ചെക്ക് കിട്ടുക. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ ഖാൻകാവിൽ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, വത്സ ഇത് യുവവാണിയാണോ വൃദ്ധവാണിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാപ്പുടനെ നാരായണ ടീച്ചറെ കുറച്ച് പ്രായമുള്ളതുകൊണ്ടാണ്. പക്ഷേ അന്ന് അവതരിപ്പിച്ച് അങ്ങനെ നാടകത്തോടുള്ള ഒരു പ്രതിപത്തി വളരെ കൂടുതലായിരുന്നു. പിൽക്കാലത്ത് ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇവിടുത്തെ ഇന്ന് ഈ പ്രൊഫഷണൽ നാടകത്തിൽ വലിയ വലിയ അംഗീകാരങ്ങളും പേരും പെരുമയും പ്രശസ്തിയും നേടിയിട്ടുള്ള എല്ലാവരും എൻ്റെ സ്പർശമേൽക്കാത്ത ഒരാളും വടകരയിൽ നിന്ന് ഇന്ന് നാടകരംഗത്തില്ല, പ്രൊഫഷണൽ രംഗത്ത്. അതൊരു വലിയൊരു ഫാക്റ്റാണ് സാറ് പറഞ്ഞത്. എനിക്കറിയാം വത്സംഭാഷണ സമകാലികരാണെന്ന് മോഹൻ വി കെ കടത്തനാട് ഇല്ലേ, പിന്നെ ആ ഒരു സംഗീതത്തിന്റെ മേഖലയിൽ നമ്മുടെ പ്രേമകുമാർ വടകര അന്ന് സംഗീതം ഡയറക്ടറായിട്ട് വായിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് ആ നോട്ടീസുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 80കളിലൊക്കെ ഉള്ള നോട്ടീസിൽ പ്രേമേട്ടന്റെയും പിന്നെ EV വത്സന്റെ ഒക്കെ പേരുകൾ ഇങ്ങനെ കേട്ടു. ആ നാടകം ഞാൻ ഈ യുവാണിക്കാലത്തെ കുറിച്ച് പിന്നെ വത്സമാഷ്ടോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. അത് നമ്മൾ ആ കാലത്ത് ഒരു 7:30 മണിക്കെങ്ങാണ്ട് അതിൻ്റെ ഒരു മ്യൂസിക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അത് തുറന്നു വെച്ചിട്ട് നമ്മളിത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എനിക്ക് ബി ഗ്രേഡ് ആർട്ടിസ്റ്റായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടം ആകുമ്പോഴേക്കൊക്കെ ആൾക്കാർ റേഡിയോ കേൾക്കാതായിപ്പോയി. പക്ഷെ ഈ ഒരു കാലത്ത് ഖാൻഗാവിലിന്റെ ശബ്ദത്തിൽ രചന, സംവിധാനം EV വത്സൻ, ഗാനങ്ങൾ പിന്നെ രചന പ്രേംകുമാർ വടകര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നൊരു ഒരു ഒരു കുളിര് എന്നൊക്കെ പറയാം നമ്മൾക്ക് ആ കാലത്ത്. അത് മാത്രമേ ഉള്ളൂ ഒരു എനിക്ക് തോന്നുന്ന 84 ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സമയത്തായിരുന്നു തോന്നുന്നു. പിന്നെ TV ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പ് നമ്മൾക്ക് ഇത് തന്നെയായിരുന്നു മർഫിയുടെയും ഫിലിപ്സിന്റെയും ഒക്കെ റേഡിയോ. ആ സമയത്തുണ്ടാവുന്ന പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്ന വത്സം മാഷിന്റെ ആയിരുന്നു. മാത്രമല്ല നാടകം എന്ന് പറയുന്ന ഒരു കലാരൂപം വടകരയിലും പരിസര പ്രദേശങ്ങളിലും കുറേ കാലം വത്സം മാഷ് മേമുട്ട തന്നെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് പ്രതീക്ഷ എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ എന്നുള്ള പാട്ട് ഉണ്ടാവുന്നതും. അതിന് കൂടെ തന്നെയാണ് രാക്കിളി നീ എൻ്റെ പാട്ട്, രാക്കിളി നീ എൻ്റെ പാട്ടു കേൾക്കൂ, താളമിടാൻ എൻ്റെ കൂടെ പറന്നു വന്നേക്കൂ, ത്രേതായുഗത്തിൻ്റെ രോമാഞ്ചമാകും ത്രയംബകം വില്ലിവിടെ മുറിഞ്ഞുവല്ലോ. ആ പാട്ട് പിന്നീട് അതേ ട്യൂണിൽ എനിക്ക് മാഷിൻ്റെ ഒരു കാസറ്റിൽ അയ്യപ്പ ഭക്തികാനായിട്ട് പാടാനൊരു അവസരം മാഷ് എനിക്ക് തന്നിട്ടുണ്ട്. അത് ആ അവസരത്തേക്ക് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. പിന്നെ ആ കാലഘട്ടത്തെ പിന്നീട് നമ്മൾ വന്നതൊരു ഓഡിയോ കാസറ്റിൻ്റെ ഒരു യുഗമാണ്. അപ്പോൾ ആ കാസറ്റിൻ്റെ യുഗമാകുമ്പോഴേക്ക് മാഷ് അവിടെ എനിക്ക് തോന്നുന്നത് അധ്യാപക ജീവിതം ആരംഭിച്ചത് മേമുട്ട വെച്ചിട്ടാണ് തോന്നുന്നില്ല. മിനർവ ആയിരുന്നല്ലേ സാർ ആദ്യം? മിനർവ, ആ ഗംഗേട്ടന്റെ വീടിന്റെ മുന്നിൽ മിനർവ, പിന്നീട് സ്കൂളിന്റെ മുന്നിലേക്ക്. അപ്പൊ അധ്യാപനവും പാട്ടെഴുത്തും നാടകമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ ഓഡിയോ കാസറ്റുകൾക്ക് വേണ്ടി പലപ്പോഴും ആ നാടക ഗാനങ്ങൾ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞുപോയ കാലവും പിന്നെ വേറൊരു പാട്ട് അന്നുണ്ടായിരുന്ന മാഷിന്റെ വളരെ പ്രശസ്തമായൊരു പാട്ടാണ്, ഓർമ്മകൾ മരിക്കുന്ന യാമങ്ങൾ. ഓർമ്മകൾ മരിക്കുന്ന യാമങ്ങളിൽ ഓളങ്ങൾ തകരുന്ന തീരങ്ങളിൽ ഓമനിച്ചു ചേരിപ്പിച്ച താരങ്ങളൂ, ഓമനയെ കരയിച്ച മോഹങ്ങളൂ. അപ്പൊ ആ കാസറ്റിന്റെ തുടങ്ങിയപ്പോ കാലഘട്ടത്തിന്റെ റെക്കോർഡിങ് അനുഭവങ്ങളും ഇതൊക്കെ ഒന്ന് സാറിനൊന്ന് പറയാൻ പറ്റും? കാസറ്റ് എനിക്ക് തോന്നുന്നത് അന്ന് കാസറ്റ് ആ ഒരു കാലഘട്ടത്തിൽ പ്രാദേശികമായിട്ടുള്ള കാസറ്റുകളൊന്നും ഇറങ്ങാത്ത ഒരു കാലമാണ് അന്ന്. കാസറ്റ് എന്നൊരു പരിപാടി ഇല്ല. പിന്നെ തരങ്കിണി അതുപോലെയുള്ള കാസറ്റുകളാണ് പിൽക്കാലത്ത് വന്നത്. നാടകത്തിലെ പാട്ടുകൾ ഈ കഴിഞ്ഞുപോയ കാലം. അപ്പോൾ അത് പാട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭാനുപ്രകാശ് മാഷ് പറഞ്ഞത് ആകാശവാണിയിൽ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ 4 പാട്ടുകൾ വേണം അവർക്ക് ഒരു നാടകവും. ഈ 4 പാട്ടുകൾ നമ്മൾ നേരത്തെ എല്ലാം പാടാനുള്ള ആൾക്കാർ, എൻ്റെ കൂടെ വിനോദ് വടകരയാണ് എൻ്റെ പാട്ടുകളുടെ എന്നാ പറയുക അപ്പോസ്റ്റൽ. അദ്ദേഹമാണ്. ഞാൻ റിഹേഴ്സൽ എടുക്കുമ്പോൾ ഈ അഭിനയിക്കുന്ന സമയത്ത് പാടിക്കൊടുക്കണം. ഇപ്പോൾ കാമുകനും കാമുകിയും അപ്പുറം നിൽക്കുകയാണ്. സ്കൂളിൽ റിഹേഴ്സൽ എടുക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള LP സ്കൂളാണ്. അപ്പോൾ കാമുകനും കാമുകിയും രാത്രി 12:30 മണിക്കാണ് നിൽക്കുക. കാമുകനും കാമുകിയും 2 ആണുങ്ങൾ ഇന്നായിരിക്കും. പക്ഷേ റിഹേഴ്സൽ എടുക്കുകയാണല്ലോ, പാട്ട് ഞാനാണ് പാടിക്കൊടുക്കുക. ഏത് സമയത്ത്? രാത്രി 1:30 മണിക്ക്. അപ്പോൾ അയലത്തെ വീട്ടുകാരെല്ലാം ഉറങ്ങുന്ന സമയത്താണ് ഈ ആലാപനം ഉണ്ടാവുക. നമുക്കിതറിയില്ല 1 മണിയായി 2 മണിയായി എന്നൊന്നും. നമ്മളിങ്ങനെ കഴിഞ്ഞു പോയ കാലം എന്നാലും പാടുമ്പോൾ എല്ലാവരും. പക്ഷെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. ഈ പാതിരാക്ക് പാട്ട് പാടി അലമ്പാക്കുന്നുള്ള ആരും പറഞ്ഞില്ല. അത് തന്നെ ഒരു പ്രോത്സാഹനമായിട്ട് ഈ പാട്ടുകളാണ് നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളിങ്ങനെ യാത്ര സമയത്ത് പിന്നെ ഒരുപാടാണ്. ഗോമതിരാജൻ, സോണേഷ് കുറ്റിയിൽ, കല്ലറക്കൽ ഹരിദാസ്, അങ്ങനെയുള്ള എല്ലാവരും പോകുമ്പോൾ എന്നോട് പറയുന്ന ഒരു സംഗതി, വത്സേട്ടാ 4 പാട്ടില്ലേ, അതിൽ രചന നിങ്ങൾ തന്നെ. കാരണം എൻ്റെ പേരാ എല്ലാം പറയുക. നാടകരചന ഗംഗാവിലാ പറയുക EV വിൽസൺ, ഗാനരചന EV വിൽസൺ, ഇതെല്ലാം ഇങ്ങനെ പറയൂലേ. അപ്പോൾ ഇവർക്ക് ഗാനരചനയും സംഗീതവും EV വിൽസൺ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കും ഈ സംഗീതം ഫ്രീ ആയിട്ട് കൊടുക്കുക. കാരണം എനിക്ക് അതിനെപ്പറ്റി വലിയ ജ്ഞാനവും ഇല്ല. അതായിരിക്കും കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയ മറ്റുള്ള ആൾക്കാരെല്ലാം വരും, വത്സേട്ടാ ഈ അപ്പാട്ടിൻ്റെ സംഗീതം എൻ്റെ പേര് പറയണേ. അപ്പോൾ അവന് ഫ്രീ ആയിട്ട് അവനോട് ഞാൻ ചെറിയ പ്രതിഫലം വാങ്ങുന്നത് പറയാൻ. അപ്പോൾ അവൻ്റെ പേര് സംഗീതം എന്ന് അവൻ്റെ പേര് കൊടുക്കാൻ വളരെ തൃപ്തിയാകും. ഇന്നത്തെ പോലെയൊന്നുമല്ല. റിയാലിറ്റി ഷോയിൽ നമ്മൾ ഇന്ന് പാടുന്ന അതേ വെയിറ്റാണ്. ഇപ്പം ഭാനുപ്രകാശ് മാഷ് പറഞ്ഞില്ലേ, ഈ 7:45 ഈ യുവവാണീൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്,
ഖാൻഗാവിൽ. അത് നിങ്ങൾക്കറിയാം അതിൻ്റെ അന്നേരം നമ്മളെല്ലാം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കളി അതാണ് യുവാണി വരുവാണ്, നമ്മളെ പേരെല്ലാം ഇങ്ങനെ പറയാണ്. അത്രയും ആവേശത്തോടു കൂടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് സ്വന്തം പേര് പറയാൻ വേണ്ടി. ഞാൻ അപ്പോൾ സ്വന്തം പേര് എനിക്ക് വിട്ടുകൊടുക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എന്തെന്ന് സംഗീതം. അത് വിനോദ് വടകരയാണ് പാടുന്നത്. വിനോദ് വടകരക്ക് അല്ല, ഞാൻ എൻ്റെ സംഗീതമല്ല എൻ്റെ തന്നെയാണ്, പക്ഷെ പാടുകയെല്ലാം വിനോദാണ്. വിനോദൻ അതിൻ്റെ ഹാർമോണിയെല്ലാം വായിക്കുന്നതുകൊണ്ട് വിനോദൻ്റെ പേരാണ് എല്ലാം ചേർക്കുക. പക്ഷേ ഇങ്ങനെ പ്ലീസ് എൻ്റെ പേര് കൊടുക്കണമെന്നാണ് അവരെ പേര് കൊടുക്കും. അങ്ങനെയാണ് സംഗീതത്തിൻ്റെ പേര് കൊടുക്കൽ. ഈ സംഗീതം അന്നും ഇന്നും എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒന്ന് അത് പഠിക്കാത്തത് കൊണ്ട്, രണ്ടാമത് എനിക്ക് അതിന് അർഹതയില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് ഞാനത് അന്നും ഇന്നും എനിക്ക് അതിനോട് വലിയ മമതയില്ല. അപ്പം ഭാനുപ്രാവശ്യം മാഷ് ചോദിച്ചത് നാടകത്തിൻ്റെ കാര്യമാണ്. നാടകം പിൽക്കാലത്ത് ഞാൻ ഒഴിവാക്കി. ഈ വിരഹഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ഈ നടരാജ് നമ്മളെ എയർ കൗൺസിൽ വെച്ചിട്ട് ഇവിടെ കോൺവെൻറ്റ് റോഡിൽ അവിടുന്ന് അന്ന് സ്റ്റുഡിയോയിലൊന്നും പോയില്ല. സുഹറ മൂടാടി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ, അല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്, വളരെ പ്രശസ്തമായ കേരളം മുഴുവൻ. അവരെ കൊണ്ടുവന്ന് എല്ലാം സജ്ജീകരിച്ചിട്ട് അന്നത്തെ പാട്ടുകാരെ കൊണ്ട് പാടിച്ച് റെക്കോർഡ് ചെയ്ത വിരഹഗാനങ്ങളാണ് ആദ്യമായിട്ട് ഞാൻ പുറത്തിറക്കിയ പാട്ടുകൾ. ആ പാട്ടുകൾ അന്ന് കാസറ്റ് വിറ്റിട്ട് എനിക്കെന്നല്ല, അത് നിർമ്മിച്ച ആൾക്കാർക്ക്, അന്ന് നിർമ്മാണം എന്നൊന്നുമില്ല, നമ്മളെല്ലാം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടെടുക്കുന്ന കാലത്ത് ഞങ്ങൾ വളരെ ധനികരായി തീർന്ന ഒരു കാസറ്റായിരുന്നു അത്. ഈ ടൗൺ ഹാളിൽ വെച്ചാണ് പെനത്തിൽ കുഞ്ഞബ്ദുള്ളയും ദാമോദര കുറുപ്പ് ഏറമ്പള്ളി അവർ രണ്ടാണ് പ്രകാശനം ചെയ്ത്. വളരെ പ്രചാരണം, അതിന് വലിയ പ്രചാരം കിട്ടി, വലിയ സാമ്പത്തിക നേടാൻ കിട്ടി. അതാണ് ആ ഒരു കാസറ്റിലേക്കുള്ള എൻ്റെ പ്രവേശം. അതായിരുന്നു ഇത്. ഈ ഒരു മാഷിൻ്റെ ഒരു സംഗീതം. ഞാൻ പിന്നെ കുറേ കാലം ഈ കോഴിക്കോട് അന്ന് പല്ലവി സ്റ്റുഡിയോക്കുള്ള സമയത്താണ്, മ്യൂസിക് സിറ്റി പല്ലവി എന്ന് പറയുന്ന സ്റ്റുഡിയോക്കുള്ള സമയത്ത് സ്പൂൾ റെക്കോർഡിംഗ് സമയത്ത് വത്സമാഷിന്റെ കൂടെ ചില കാസറ്റുകളിൽ പാടാനൊക്കെ, പിന്നെ പ്രേമേട്ടൻ്റെയൊക്കെ ഞാൻ ഏറ്റവും ആദ്യം ഒരു റെക്കോർഡിങ്ങിന് പാടിയത് ചന്ദ്രശേഖരേട്ടൻ്റെ ഉദയകിരണങ്ങൾ എന്ന് പറയുന്ന പ്രേമേട്ടൻ സംഗീത സംവിധാനം നൽകിയിട്ടുണ്ട്. അപ്പൊ അന്ന് വത്സമാഷിന്റെ കൂടെയൊക്കെ പാടും. വത്സമാഷിന്റെ പാട്ടിന് നമ്മൾ പണ്ട് 54 ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന് പറയുന്ന ആ പാട്ട് നേരെ നടന്നിട്ട് മനുഷ്യന്മാരുടെ മനസ്സിലേക്കാണ് കയറിയത്. എത്രയോ കാലം സൂപ്പർ. ഇപ്പോഴും 50-60 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതേപോലെ അതിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു വരികളുടെ ഒരു ലാളിത്യം കൊണ്ടോ വത്സമാഷ് തന്നെ, വത്സമാഷിന്റെ സംഗീതം എന്ന് പറയുന്നത് വത്സമാഷ് ഇരുന്നിട്ട് ഒരു മ്യൂസിക് കമ്പോസർ ഇരിക്കുന്ന പോലെ ഹാർമോണിയം വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് വരുന്ന ഒരു സംഗീതമായിരുന്നില്ല ശരിക്കും. വത്സമാഷ് വരികൾ എഴുതുമ്പോൾ തന്നെ ആ വരികൾക്കുള്ളിൽ ഒരു സംഗീതം ഉണ്ടാവും. ആ സംഗീതമായിരിക്കാം ഒരുപക്ഷെ വത്സമാഷ് കൊണ്ട് ഈ വരികൾ എഴുതിച്ചത്. അതിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾക്കിങ്ങനെ പറഞ്ഞു തരികയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടായ പാട്ടുകളാണ് നമ്മൾ ഈ കേൾക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകളിൽ മുഴുവൻ നിങ്ങൾ കാണാം എല്ലാ സമസ്ത വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്ന പല പാട്ടുകളുണ്ട്. അതിൽ ഫിലോസഫി ഉണ്ട്, അതിനകത്ത് മരണവും വിരഹവും പ്രണയനഷ്ടവും തീവ്ര പ്രണയം, അങ്ങനെ നമ്മൾ ആ പാട്ടുകളൊന്നും എടുത്തിട്ട് മൊത്തം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ വികാരങ്ങൾ മുഴുവൻ കാണാം. അതേപോലെ ഞാനൊരു ഏതൊരു മാർഷമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ വായിച്ചിട്ടുണ്ട്. ചെറിയ കാലത്ത് അമ്മ ഈ സന്ധ്യാകീർത്തനവും ഒരുപാട് താരാട്ട് പാട്ടുകളും വത്സമാഷക്ക് കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിറഞ്ഞൊരു സംഗീതം ഉള്ളിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സംഗീതം അതിനകത്തൊക്കെ ഒരു മാഷ പാട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഒരു നേർത്തൊരു വിഷാദം എല്ലാത്തിലുണ്ട്. അപ്പൊ അത് അങ്ങനെ വന്നതാണോ, എന്താണ് അതിന്റെ ഒരു കാര്യമൊന്ന് വിശദീകരിച്ച കൊള്ളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഒരു സോഫ്റ്റ് കോർണറുണ്ട്. നമ്മളൊരു പാട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കര എന്നുള്ള മഹത്തായ രചനയൊന്നുമല്ല അത്. അതൊരു സിമ്പിൾ വേർഡ്സാണ്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കര, കൊഴിഞ്ഞു പോയ അതൊരു മഹത്തായ രചനയോ സംഗീതം അതൊന്നുമല്ല. പക്ഷെ അതെന്തുകൊണ്ടാണ് ഈ ഹൃദയത്തിൽ തട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. എല്ലാവരുടെ മനസ്സിലും
പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ് കോർണറുണ്ട്. അതുപോലെ അമ്മയെ പറ്റിയുള്ള വിചാരം. അപ്പോൾ സിനിമയിൽ പാട്ട് എഴുതുമ്പോൾ സന്ദർഭം പറഞ്ഞു കൊടുക്കും സംവിധായകൻ. ഇന്ന സന്ദർഭമാണ്. അങ്ങനെ പി ഭാസ്കര മോഷ പോലത്തെയുള്ള പ്രതിഭകളെല്ലാം പാട്ട് എഴുതുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കും എഴുതുക. സന്ദർഭം അവർക്ക് സിനിമയിൽ നിന്ന് സംവിധായകൻ പറഞ്ഞു കൊടുക്കും. നമുക്ക് അങ്ങനെയുള്ളൊരു സന്ദർഭം സിനിമ പാട്ടല്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു സന്ദർഭം എടുക്കും. അപ്പം ഒരു പ്രണയ ഗാനം, അപ്പോൾ പ്രണയ ഗാനത്തിന് ഒരു പ്രണയ സന്ദർഭം വേണം. എന്തെങ്കിലും പാട്ട് എഴുതാൻ പറ്റൂ. അപ്പം ഞാനും ഒരു പ്രണയ പരാജിതൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയ പരാജിതൻ എന്നുള്ള നിലക്ക് എനിക്കും അവിടെ ഒരു വിഷയമുണ്ട്, ഒരു പ്രണയം. അപ്പോൾ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾ പെട്രോൾ ഒഴിച്ച് തലയിലൂടെ പ്രണയം നിരസിക്കുമ്പോൾ പെട്രോൾ ഒഴിച്ച് തലയിലൂടെ കത്തിക്കുന്ന പ്രണയമാണ്. മൂർഖം പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന പ്രണയമാണ്. കഷായത്തിൽ വിഷം കലർത്തിക്കൊല്ലുന്ന ഇത് ഇവിടെയൊന്നും പാട്ട് എഴുതാൻ പറ്റൂല. ഈ പ്രണയിക്കുന്ന പെണ്ണിനെ, കാമുകനെ ഈ കഷായത്തിൽ വിഷം കലർത്തിക്കൊല്ലുമ്പോൾ അവിടെ ഒരു പാട്ട് വേണം. കഴിഞ്ഞു പോയ കാലെന്ന് എഴുതാൻ പറ്റൂല. പ്രണയത്തിൻ്റെ ആർദ്രത, വികാരം, മധുരവും ദിവ്യവും ദീപ്തവുമായ ഒരു വികാരമാണ് പ്രണയം. അവിടെ പാട്ടെഴുത്തുകാർക്ക് ആ ഒരു ആഘോഷമാണ്. ഇപ്പോൾ പ്രേംനസീറും ഷീലയും കാണുമ്പോൾ തന്നെ പ്രണയമാണ്. അപ്പം പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അന്നു നിന്നെ കണ്ടതിൽ പാടിയട്ടെ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു, അതിലുള്ള വേദന ഞാനറിഞ്ഞു. കാണുമ്പം തന്നെ പ്രണയമായിരിക്കും. പ്രേംനസീർഷിയിലെയും പേര് പറയാൻ കാരണം ഞങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തുള്ള കലാകാരനാണ് ഞാനൊക്കെ. നിങ്ങളെല്ലാം പുത്തൻ തലമുറയിലുണ്ട്. അന്ന് ഞങ്ങൾ ഈ പ്രണയം പഠിക്കുന്നത് പ്രേംനസീർഷിയിലേൻ്റെ അടുത്തുന്ന മുട്ടത്ത് വർക്കീൻ്റെ പ്രണയകഥകൾ വായിച്ചിട്ടാണ്. ഉസ്മാൻ ജമാൽ, ബദറുൽ മുനീർ, ഉഷ അനിരുദ്ധൻ, പിന്നെ അതുപോലെ ലീല മദനൻ, അതൊന്നുമല്ല. മുട്ടത്ത് വർക്കിയുടെ പ്രണയകഥകളും അതുപോലെ പ്രേംനസീർ ഷീലയുടെ പ്രണയമാണ് ഞങ്ങൾക്ക് നേരായ വഴിക്ക് അതെല്ലാം പോകുന്നത്. ഈ കഷായത്തിൽ വിഷം കലർത്തിക്കൊള്ളുന്ന ആ പരിപാടിയൊന്നും അന്നില്ലല്ലോ. അതുപോലെ ഞാനും ഒരു പ്രണയബന്ധത്തിൽപ്പെട്ടിട്ട് പരാജയനായപ്പോൾ നേരെ ബീഹാറിൽ പോയി തോക്ക് വാങ്ങിയിട്ട് കാമുകിയെ വെടിവെച്ച് കൊല്ലാൻ നമുക്ക് ആവില്ല. ആ ഒരു കാലഘട്ടത്തിലെ കാമുകന് നേരെ പോയിട്ട് 4 വരി പാട്ട് എഴുതി, കഴിഞ്ഞു പോയ കാലം എന്നുള്ള പാട്ട്. ആ പാട്ട് എഴുതിയത് കൊണ്ട് ഇന്ന് ഞാൻ അന്നം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നത് ആ പാട്ടിൻ്റെ വരികൾ കൊണ്ടാണ്. അന്ന് പിന്നെ ഇതുപോലെ കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ പരവുള്ളിറങ്ങുന്നേ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത പാട്ടിനെ പറ്റി അതാ പറയുന്നത്. ഞാൻ അങ്ങനെ പാട്ടുകൾ ആസ്വദിക്കാനുള്ള ഒരു ഇപ്പം അമ്മക്കുയിലേ ഒന്ന് പാടും എന്നുള്ളതാണ് ഭാനുപ്രകാശ് മാഷ് ചോദിച്ചത്. അതും എൻ്റെ അമ്മ, ഞാനും ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം സന്ധ്യാസമയത്ത് കാലും മുഖവും കഴുകണം, പിന്നെ ഇത് പ്രാർത്ഥനകളിലാണ് നിർബന്ധം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഹൃദയ പങ്കജം വികസിപ്പിക്കുന്ന സദയ ദൈവമേ നമസ്കാരം. എത്രയോ കൊല്ലം മുമ്പ് ജപിച്ചതാണ്. പിന്നെ ജനിക്കുന്നു മരിക്കുന്നു കരയാൻ എന്തു കാരണം. ഞാനും പെങ്ങളും അപ്പുറം ഇപ്പുറം കാലും മുഖം കഴിച്ച് ചൊല്ലുന്ന പെങ്ങളിന്നില്ല. ഞാൻ വിചാരിക്കുക അന്ന് അങ്ങനെയുള്ളൊരു ചാനൽ മനസ്സിലുണ്ടായിരുന്നു. അമ്മ എന്ന് പറയുന്ന വലിയൊരു ഹൃദയ വികാരമായിരുന്നു. ആ അമ്മ മരിക്കുന്നതിന് മുമ്പേ തന്നെ എഴുതിയ പാട്ടാണ് അമ്മക്കുയിലേ എന്ന് പാടും. കാരണം എനിക്ക് അന്ന് ഈ ഒരു നാടകവും പാട്ടും പിന്നെ ഈ എന്താ പറയുക, അന്നൊരു അരാജകവാദി പോലെ നടക്കുന്ന ഈ കലാകാരന്മാർക്കുള്ള എല്ലാ ദൂഷ്യങ്ങളും ഉള്ളൊരു ആളായിരുന്നു. അപ്പോൾ അമ്മക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു. അമ്മയും ഇങ്ങനെ സങ്കടപ്പെടുത്തി, ജോലിയില്ല, കൂലിയില്ല. അന്ന് നോ വേക്കൻസി എഴുതി വെക്കുന്ന കാലമാണ് എല്ലാ ഫാക്ടറികളിലും. 10ാം ക്ലാസ്സുകാരനൊന്നും അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ലാത്ത കാലം. അന്ന് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടൊന്നറിയില്ല. ചാത്തുപ്പണിക്കർ, ഞങ്ങൾ തിരുവത്തെ, എൻ്റെ ജാതക ശരിക്കും പറയാം, ജാതക എഴുതിയത് നീചഭംഗ രാജയോഗം എന്നും പറഞ്ഞിട്ടാണ്. ചാത്തുപ്പണിക്കർ അമ്മയെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ ഇനി അവസാനം ഒരു രാജാവാകും എന്നുള്ള രീതിയിലാണ് ജാതകം. അതുകൊണ്ട് അമ്മ എപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നോട് പറയും,
നീ രാജാവാവും, നീ രാജാവാവും. ഇത് കാതിൽ പറഞ്ഞ് പറഞ്ഞ് രാജാവ് ആയില്ല, മന്ത്രി ആയില്ല, ഒരു കുന്തക്കാരനും ആവാത്ത കാലത്ത് ഞാൻ അമ്മയോട് ഒരു രാത്രിയിൽ എന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ടീച്ചറാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തല്ലേ 10 റുപ്യ പ്രതിഫലം കിട്ടുന്ന ടീച്ചറാണ്. ഈ നമ്മളെ ധർമ്മടത്ത് പോയിട്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ LP സ്കൂൾ ടീച്ചർ. ഒരു രാത്രിയിൽ ഈ അസ്കിത ഉണ്ടല്ലോ, എഴുതുന്ന ഭ്രാന്തമുണ്ട്, അന്ന് എഴുതി വെച്ചാണ് അമ്മ കുയിലെ ഒന്ന് പാടൂ. അപ്പം അമ്മേനെ ഞാൻ കണ്ടത്, അമ്മ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല, കാരണം എനിക്ക് ചോറ് തരുന്നതല്ല അമ്മയാണ്. അങ്ങനെ എഴുതിയിട്ട് ഒരു രാത്രിയിൽ ഞാൻ അമ്മയോട്, ഇതൊരു എൻ്റെ പാട്ടിൻ്റെ ആ സന്ദർഭം ഞാൻ പറയും, അപ്പം എഴുതിയിട്ട് ഞാൻ അമ്മേനെ ഉറക്കത്ത് വിളിച്ചുണർത്തിയത് ഞാൻ ഈ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് വായിച്ചു, അമ്മ മരിച്ചാൽ ഞാൻ പിന്നെ ജോലിയും കൂലിയും ഇല്ലാണ്ട് ഇങ്ങനെ അമ്മ എപ്പോഴും രാജാവാവും രാജാവും എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് വെറുതെ ആശിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു. പിന്നീട് അന്ന് അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഒരു കാലത്ത് രാജാവും, ഞാൻ ഇല്ലാത്ത കാലത്ത് നീ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടുമുറ്റത്ത് രാജനെല്ലി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ആ ചെടീൻ്റെ അടുത്ത് നിന്നാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരുപാടുണ്ടാവും, അതിൻ്റെ അറ്റത്ത് ഏതെങ്കിലും ഒരു ഒറ്റ നക്ഷത്രം ഉണ്ടാവും, ആ ഒറ്റ നക്ഷത്രം ഞാനായിരിക്കും. അന്ന് നീ നിനക്ക് ജോലി കിട്ടി സന്തോഷവാൻ രാജാവായാൽ നീ എന്നോട് ആ കാര്യം വിളിച്ച് പറയണം, ഉറക്കെ പാടണം എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ മരിച്ചു, വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് രാജാവാകാൻ പറ്റിയില്ല, ജോലിയില്ല, കൂലിയില്ല എന്നുള്ള രീതിയിലാണ്. ഒരു രാത്രിയിൽ ഞാൻ അമ്മ പറഞ്ഞതുപോലെ, ഇത് സങ്കല്പമല്ല, ആ രാജമല്ലിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ടായിരുന്നു. ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാറി നിൽക്കുന്നുണ്ട്, അത് അമ്മയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് പാടിയ ഒരു വരികളാണ്. ദൂരെ നീ പാർക്കും ശൂന്യതയിൽ ഈ പാട്ടിന്റെ സ്വരം കേൾക്കുമോ, അമ്മക്കുയിലേ ഒന്ന് പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്ന് നീരാടിക്കോട്ടെ. അമ്മ അത് കേട്ടോ ഇല്ലയോ എന്നറിയില്ലെങ്കിലും ഞാൻ ഇന്നും രാജാവായിട്ടില്ല, മന്ത്രിയായിട്ടില്ല, പക്ഷേ ഈ ഒരു അവസാന കാലത്ത് അതിനുള്ള അവസരം എനിക്ക് ഒരു പബ്ലിക് ദേശശബ്ദം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു പ്രസാധകർ എൻ്റെ ഒരു പുസ്തകം മധുമഴ തന്ന മധുരജന്മം എന്ന പേരിൽ അവർ ഇവിടെ നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കാനുള്ള ഒരു സൗകര്യമുണ്ടായി തന്നു. അവരുടെ കുടുംബം എന്നെ രാജാവാക്കി മാറ്റി എന്ന് നിങ്ങളോട് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു അത്ഭുതം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മധുമഴ തന്ന മധുരജന്മം എന്ന് പറയുന്ന ആ പുസ്തകം ഈ പുറത്തിറങ്ങിയിട്ടില്ല. 20-ാം തീയതി അതിൻ്റെ പ്രകാശനം ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ പുസ്തകങ്ങളുടെ ചരിത്രത്തിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഞാൻ അന്ന് മാഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് 1400 പേര് മാഷയുടെ അക്കൗണ്ടിലേക്ക് പുസ്തകത്തിന്റെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പുസ്തകം വരുന്നതിന് 1000, അത് ഇന്ന് 2000 ആയിരുന്നു ഞാൻ കേട്ടത്. അതാണ് കറക്റ്റ്. അത് ഇടയത്ത് സീരമാഷ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചത് ഒരു അജിത കൃഷ്ണ ടീച്ചറാണ് ഇതിൻ്റെ ആള്, ദശശബ്ദത്തിൻ്റെ ടീച്ചറോട് ഞാൻ പറഞ്ഞ, ടീച്ചറെ ഒരു 1000 ഞാൻ പറഞ്ഞ 500 അടിച്ചാൽ മതി, 500 പ്രിന്റ് ചെയ്തിട്ട് ഞാൻ 1000 ആളുടെ കാല് പിടിച്ചാൽ 250 പുസ്തകം പോക്കാം. എനിക്കറിയാം പുസ്തകത്തിൻ്റെ കാര്യം എങ്ങനെയാണ് പോകാന്നുള്ളത്. അങ്ങനെ ടീച്ചർ പറഞ്ഞ് വേണ്ട, 1000 പുസ്തകം തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇടയത്തെ ഗ്രൂപ്പിൽ മെയിനായിട്ട് നിന്നിട്ടുണ്ട്, ഇടയത്ത് ഒരുപാട് ആൾ. ആ ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് ആൾ കയറി. പക്ഷെ ആയിരക്കണക്കിന് ആൾ തന്ന എല്ലാവരും ഇത് പൈസ തന്നില്ല. പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞത് ഈ കേരളത്തിലുള്ള എത്രയോ പേരാ. ഒരു 15 ദിവസം കൊണ്ട് എനിക്ക് 1000 പുസ്തകം 1000 പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ. 1000 പുസ്തകത്തിന് 250 രൂപ പ്രകാരം 2,25,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ മധുമഴയുടെ ഒരു പാട്ടിൻ്റെ സ്നേഹം കൊണ്ടാണ്. ഇപ്പോഴും അത് 2000 കോപ്പിയായിട്ട് പ്രിന്റ് ചെയ്ത് എൻ്റെ വീട്ടിലെത്തി പുസ്തകങ്ങൾ. ആ പുസ്തകം ഞാൻ ഇന്ന് വരെ തുറന്നിട്ടില്ല. അവർ ദശരഥത്തിൻ്റെ ആളുടെ ഇവിടെ ഉണ്ടാവും. അവർ
എൻ്റെ വീട്ടിൻ്റെ ആൾ കൊണ്ടുവച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അത് അന്നേ തുറക്കും, 20-ാം തീയതി. ഞാനും അന്നേ നോക്കും എന്താണ് പിന്നീട് ഉണ്ടാകുന്ന പ്രതികരണം. എന്തായാലും അത് എൻ്റെ ജീവിതത്തിലെ ഞാനതിനെ വിശേഷിപ്പിക്കുന്നത് അസ്തമയത്തിലെ ഒരു ഉദയം എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും 20-ാം തീയതി വരണം, അടയത്തൊക്കെ ഉണ്ടെന്നാണ്. അല്ല, പിന്നെ ഈ രാജാവൊന്നും ആയിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികൾക്കിടയിൽ രാജാതിരാജനായി EV വത്സൻ മാറി എന്നുള്ളതാണ് നമുക്കുള്ള ഒരനുഭവം. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത്ര അതുല്യമായ രചനാശേഷിയും ലളിതസുന്ദരമായ വരികളും ഒക്കെ ഗാനങ്ങളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടും നമ്മുടെ ചലച്ചിത്ര ലോകത്ത് നിന്ന് എന്തുകൊണ്ട് അങ്ങേക്ക് ഒരു ക്ഷണമുണ്ടായില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒരു സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെയുള്ള അതുല്യരായ പാട്ടെഴുത്തുകാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏകദേശം അതിനോടൊക്കെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള രചന വത്സമാഷ് നടത്തിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ പല രീതിയിലും തെറ്റായി അദ്ദേഹത്തിൻ്റെ അനുവാദം പോലും ചോദിക്കാതെ പല സിനിമകളിലും ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് പോലും പറയുകയുണ്ടായി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായും മാഷെ തേടി അത്തരത്തിലുള്ള ആളുകൾ എത്തിപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായോ, അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വയം നിഷേധിച്ചതാണോ, എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാൻ വലിയ കൗതുകമുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒന്ന്, സിനിമാ പാട്ടെഴുത്തുകാരന്ന് ഹോട്ടൽ മഹാറാണിയിലാണ് താമസിക്കുന്നത്. IV ശശി, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, അങ്ങനെയുള്ള സിനിമാക്കാരെല്ലാം ഹോട്ടൽ മഹാറാണിയിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് എല്ലാവരും എന്നോട് പറയാറുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ പാട്ടുകൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയാം, എന്നിട്ട് പാടിക്കൊടുക്കുക, എന്നിട്ട് അവർ സമ്മതം കിട്ടിയാൽ നമുക്ക് സിനിമയിൽ പാട്ട് എഴുതാമെന്നൊക്കെ എന്നോട് ഒരുപാട് ആൾ പ്രേരിപ്പിക്കലുണ്ട്. പക്ഷേ എനിക്കെന്തോ ദുരഭിമാനം എന്തോ ഉണ്ട്. മാത്രമല്ല ഞാൻ പോയിട്ടില്ല. പോയാൽ ഞാൻ ഭാവനയെ കാണുന്നത് അവരിപ്പോൾ ഇത്രയോ ആൾക്കാരിപ്പോൾ സലീം കുമാർ ഏതൊരു സിനിമയിൽ 100 പാട്ട് എഴുതിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പരിഹാസ രൂപത്തിൽ അതുകൊണ്ട് ഞാൻ പോയില്ല. എന്തിനു വെറുതെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. അങ്ങനെ പോകാത്തത് കൊണ്ട് എനിക്ക് ഇപ്പോഴുള്ളൊരു സമാധാനം എന്താന്ന് പറഞ്ഞാൽ, അഥവാ ഞാനൊരു സിനിമാ പാട്ടെഴുത്തുകാരനായിരുന്നെങ്കിൽ ഏറ്റവും മുകളിൽ വയലാറ്, പിന്നെ ഭാസ്കരൻ മാഷി, ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ വന്ന് ഏറ്റവും ലാസ്റ്റിലാണ് ഞാനുണ്ടാവുക. അത് ഞാൻ ആരും ശ്രദ്ധിക്കില്ല സിനിമയിലുള്ള പാട്ട് എഴുതിയാൽ. അതേ സമയത്ത് ഇപ്പോൾ ഇത്രയും എൻ്റെ മുന്നിൽ ഇത്രയും ഇരിക്കുന്ന ഇടയത്ത് വനപ്രകാശ് പോലെ ഇരിക്കുന്ന എൻ്റെ സംസാരം കേൾക്കുന്നു എന്നുള്ളത് ഒരിക്കലും സംഭാവ്യമല്ല. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. മധുമഴ എന്നുള്ള സിനിമ ഞാൻ തന്നെ ഭാവനയെ കണ്ടിട്ട് അതിൽ പാട്ട് എഴുതിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ ഇതില്ല, കുറ്റബോധമൊന്നുമില്ല. ഒരു അഭിമുഖത്തിൽ സാറ് തന്നെ പറഞ്ഞിട്ട്, ഞാൻ എന്നും പിന്നിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ആരുടെ മുന്നിൽ, അത് വത്സമാഷ്ക്ക് ഒരു സ്ഥായിയായ ഒരു ഭാവം തോന്നുന്നു. ആരുടെയും വത്സമാഷോട് ചോദിച്ചാൽ ചില പാട്ടുകളുടെ വരികളോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളോ നമ്മൾക്ക് ഓർമ്മയുള്ളത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, മേമുട്ട ഉള്ളൊരു ട്രഷറിയിലൊരു ഉദ്യോഗസ്ഥനായ ജയചന്ദ്രനോട് പിന്നെ ഇങ്ങനെ മാഷ പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, പാട്ടുകാരനുമല്ല ഇതൊന്നുമല്ല, സാറിൻ്റെ കുറച്ചു കാലം ഒരു പാരൽ കോളേജിലൊരു അധ്യാപകനായിട്ടിരുന്നല്ലോ, പക്ഷേ നമ്മുടെ സമയത്തിന്റെ ശബ്ദം, പുരാണം, രാജധാനി എന്ന് പറയുന്ന ആ പാട്ടുകളിൽ, ആ നാടകങ്ങളിലൊക്കെയുള്ള ചില വേദപ്രമാണങ്ങൾ എന്ന് പറയുന്ന ഇത്, പിന്നെ സൂര്യസമയ സൂചിക എന്ന് പറഞ്ഞ ആ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ വരികൾ എനിക്ക് ഫോണിൽ കൂടെ പറഞ്ഞു തന്നൊരു ഇതുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് മാഷിന്റെ വരികൾ ഇങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞ കേട്ടല്ലോ, ഇത് പാട്ടിന്റെ സന്ദർഭത്തിന് ഉണ്ടാക്കിയതല്ല, പലതും സ്പോണ്ടേനിയസ് ആണ്. അത് മാഷിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ആ ഒരു വികാരത്തെ ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ ഒരു പാട്ടുണ്ട്, ഈ ശ്രീലത പാടിയൊരു പാട്ട്, വിട ചൊല്ലിപ്പിരിയുമ്പോൾ ഇടനെഞ്ചു പിടയുമ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, കണ്ണീരണിയും മുഖമൊന്നു കാണാൻ
ഒരു നോക്ക് നോക്കുമെന്നാശിച്ചു ഞാൻ എന്നൊരു പാട്ടുണ്ട് വത്സമാഷിന്റെ. എന്തിനാണ് ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവള് ഇയാളെ മൊഴിചൊല്ലി പിരിഞ്ഞു പോകുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ എനിക്ക് ഒരു പക്ഷേങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയാൽ നമുക്കറിയാം അവര് അനുഭവിച്ചൊരു ആത്മവേദന ഉണ്ട്. ഭർത്താവ് മൊഴിചൊല്ലിയിട്ട് തീവ്രമായിട്ട് തന്റെ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൊഴി ചൊല്ലിപ്പോയൊരു പെൺകുട്ടിയുടെ ഒരു വേദന നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിരഹവും പ്രണയവും മരണവും. പിന്നെ എനിക്ക് മാഷിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടി. സാഗർ എന്ന് പറയുന്ന ആ ഒരു ജീവിതകാലത്ത് ശശിമാഷു പിന്നെ വത്സമാഷുമായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ടായിരുന്നു. മാഷയുടെ മരണം വല്ലാത്തൊരു ശൂന്യതയും വേദനയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ആ സംഭവങ്ങളെ കുറിച്ചൊന്ന് പറയാം. സാഗർ കോളേജ് എല്ലാവർക്കും അറിയാം, ഇവിടെ വടകരക്കാരല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാഗർ കോളേജിലെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CH കണാരൻ്റെ മകനാണ് CK ശശിമാഷ്. എല്ലാവർക്കും അറിയാം സാഗർ കോളേജ്. ഒരു ദിവസം പെട്ടെന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്, ഒരു ഒറ്റ വൈകുന്നേരം കൊണ്ട്. ആ സമയത്ത് 1,000-2,500 കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്, 60 അധ്യാപകരുണ്ട്. അതിങ്ങനെ എന്താ 3, 4, 5 അന്ന് മേഴ്സി കോളേജും സാഗർ കോളേജും ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു കപ്പിത്താൻ ഇല്ലാണ്ടാവുക, കപ്പൽ നടുക്കടലിൽ. എന്ത് ചെയ്യണം? അദ്ദേഹത്തെ പേര് മേധാശക്തി ആർക്കും ആരും ഇല്ല. ആ ഒരു സമയത്ത് അദ്ദേഹം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദം, ഞാനുമായിട്ടുള്ള സൗഹൃദം വലിയ സൗഹൃദമായിരുന്നു. അപ്പോൾ അത് ആ ദുഃഖമൊക്കെ അതിജീവിച്ച് സാഗർ വീണ്ടും ശാന്തമായി ഒഴുകി ഒക്കെ. അന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണക്കായിട്ട് ഒരു പാട്ട് വേണം എൻ്റെ പേര് എന്ന് അവിടുത്തെ അധ്യാപകരെല്ലാം പറഞ്ഞപ്പോൾ ഒരു പാട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ സ്മരണക്ക്. അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് എഴുതിയ പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിൽ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു വരികൾ, അതിൽ ഓടും മേങ്ങളെ എന്നുള്ള ഗാനത്തിൽ പൂക്കൾ വിടരും പുഴയൊഴുകും നിന്റെ വിഭാവങ്ങളിൽ നിന്റെ ഓർമ്മകൾ പൂക്കും പാരിജാതങ്ങളിൽ ഇല്ല വിശേഷമൊന്നും വാസരമെന്നും വിരസം മുന്തിരിത്തോപ്പുകൾ വാടുന്നു ഓടും മേഘങ്ങളെ ഒരു ദൂത് പോകാമോ പോകും വഴിയല്ലയോ ദേവദാരു പൂക്കുമിടം. ഈ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ സ്മരണക്കായിട്ട് സമർപ്പിച്ച പാട്ടായിരുന്നു. ഇന്നല്ല, അന്ന് ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ ഈ പാട്ട് ഞങ്ങൾ കാസറ്റായിട്ട് ടൈപ്പ് റെക്കോർഡറിൽ വെച്ചപ്പോൾ എല്ലാവരും ശരിക്കു പറഞ്ഞാൽ കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ അദ്ദേഹവും ഞാനും തമ്മിലുള്ള സായാഹ്ന വികൃതികൾ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയൊരു പാട്ടുണ്ടായിരുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക നാം. ഈ വിലാസലോല ഭൂമി ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുഷ്യനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു ജന്മി നമ്മൾ. ആ ഒരു പാട്ടില് കുറച്ച് ഫിലോസഫി എല്ലാം കയറ്റിയിട്ട് ഒരു തത്വചിന്തക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരു പാട്ടാക്കി മാറ്റിയപ്പോൾ അത് തുടർന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ഇപ്പം പറയണം. ആ പാട്ട് കൈവിട്ടുപോയി, എൻ്റെ ഒരുപാട് പാട്ടുകൾ കൈവിട്ടു പോയിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
2 പാട്ടുകളുടെ കഴിഞ്ഞ പോയ കാലം പോട്ടെ, അതെല്ലാവർക്കും അറിയാം. ഈ പാട്ട് ചേർത്തല കള്ള് ഷാപ്പിൽ വെച്ചിട്ട് പാടി ഒരു പാട്ട് അത് പാടിയിട്ട് 2-3 ലക്ഷം ആൾക്കാർ കണ്ടു. പിന്നെ അതിനുശേഷം മലപ്പുറം കള്ള് ഷാപ്പുമായിട്ട് ബന്ധം എന്താന്ന് പറഞ്ഞാൽ ഈ പാട്ടിൽ മദ്യം നുകരുക അത് ഒരു വരി അതിലുണ്ട്. സർവം മറക്കുവാൻ അല്പം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രണയത്തിൻ്റെ ഒരു ചാനൽ എല്ലാ മനസ്സിലും ഉണ്ടാകുന്ന പോലെ ഈ മദ്യത്തിൻ്റെ ഒരു ചാനൽ എല്ലാ മനസ്സിലുണ്ടാകും. അപ്പോൾ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് എന്നെ കാണുമ്പോഴൊക്കെ ചില മദ്യപിക്കുന്ന ആൾ പാടുന്നൊരു പാട്ടാണ് സർവം മറക്കുവാൻ അല്പം, അങ്ങനെ പാടാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മലപ്പുറത്തുള്ള മോഹനൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ടീമായിട്ട് പാടിയിട്ട് അവർക്ക് ലക്ഷോപലക്ഷം വ്യൂവേഴ്സ് ഉണ്ടായി. അതിന് ഇവിടെ മഴവിൽ മനോരമയിൽ ബമ്പർ ചിരി എന്ന് പറഞ്ഞിട്ട് അതിൽ പരിപാടിയിൽ ഇവരിത് അവതരിപ്പിച്ച് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അവതരിപ്പിച്ചാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ആൾക്കാർ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ അനുമോദിക്കുകയും. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ഈ പാട്ട് ഇവർ പാടുകയും ആസ്വദിക്കുകയും ഇവരെ അവതാരകന്മാർ മുഴുവനും അതിൽ അണിചേരുകയും ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഇത് എൻ്റെ പാട്ടാണ് എന്ന് എനിക്ക് ഉണ്ടാകുന്ന ഒരു വികാരം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത് എൻ്റെ ഒരു പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ലോകപ്രശസ്തനാവുമെന്നുകൊണ്ടല്ല പറയുന്നത്. അത് നമുക്കൊരു കലാകാരൻ എഴുതിയ ആൾക്ക് ഏറ്റവും വലിയ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അത് ഇന്നയാളുടെ പാട്ടാണ്. അവർ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് അവരുടേതായി സ്വന്തമാക്കിയുള്ള രീതിയിൽ പറഞ്ഞാൽ ആളുണ്ട് എന്ന് കരുതും. അതുകൊണ്ട് പറയാതിരുന്നത് കൊണ്ട് അവരുടേതായിട്ട് കരുതിയിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എനിക്ക് നമ്പർ കിട്ടിയപ്പോൾ ആ മെയിനായിട്ട് പാടുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചാണ്. അവർ വാങ്ങിയ പ്രതിഫല തുകയും എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം കടന്നില്ല. അത് അയാൾ പറഞ്ഞ് ഞാൻ അടുത്തതിന് മുതൽ സാറിൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പേര് പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇയാൾ പ്രശസ്തനാകാൻ വേണ്ടി. അതല്ല, അതിൻ്റെ ഒരു അനുഭൂതിയുണ്ട്. അടുത്തത് ഏഷ്യാനെറ്റിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ KSRTC ബസ്സിൽ ഇവരെല്ലാം ചേർന്നിട്ട് അത് പാടിക്കൊണ്ട് ഏതൊരു ആഘോഷ വിഷുവിന് ഓണത്തിനായിട്ട് അവരത് അതിലും അദ്ദേഹം പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവസരം കിട്ടുന്ന ആ ഒരു സന്ദർഭം അവരെല്ലാവരും മുതലെടുക്കുകയും കൈവിട്ടതായ പാട്ടിൽ പെടുന്ന ഒരു പാട്ടാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ഒരു പാട്ടുണ്ട്, മഷ പുറടിക്കാൻ സമയമായി. മുരളിക ചൂടും ചൂടും ചൊടിയിൽ ചെറുചേരി എൻ്റെ കണ്ണ. പുതിയ കുട്ടികളല്ലോ ഡാൻസിനൊക്കെ പാട്ട് പാടുന്ന കുട്ടിയാണ്. നമ്മുടെ തപലിശ്ശി രാമകൃഷ്ണൻ, അവരുടെ ഭാര്യ ഉഷാ രാമകൃഷ്ണൻ കോൺവെന്റിലെ സംഗീത അവരാ പാടിയ പാട്ട്. ഈ ഒരു പാട്ട് വളരെ ഓർക്കസ്ട്രേഷനിലും വളരെ ഗംഭീരമാക്കിയിട്ട് പാടിയിട്ട് ഒരു CD ഇറക്കിയതാരാന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയുന്ന മോശമാണ്. ഇന്ത്യയിലും വിദേശത്തും ഈ ഭജനയല്ല അതിന് പറയുക ഗസൽ പാടുന്ന ഒരു സംഗീത ചക്രവർത്തി, ഭജന പാടുന്ന ചക്രവർത്തിയാണ് ഇത് ഇറക്കിയത്. അതിൽ ആ CD-യിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. ഒരു തലയിലൊരു കിരീടം പോലെ കെട്ടിയിട്ടുണ്ട്. പിന്നെ രചന സംഗീതം അയാളെ പേര് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാട്ടിൻ്റെ ആ ഇതും എനിക്ക് അയച്ചു തന്ന് ആ പാട്ടും എനിക്ക് അയച്ചു കിട്ടി. അയച്ചു എനിക്ക് ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിങ്ങനെ കേസ് കൊടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത്ര ആധികാരികമായിട്ട് അറിയില്ല. സൈബർ കേസ് എന്നാൽ പറയുന്നത് കേൾക്കാം, നമുക്ക് അത് അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ വടകര സൈബറിലൊന്നും പോയില്ല. അപ്പോൾ ഇയാളെ ഫോട്ടോ ഈ പാട്ട് ഒരു കാര്യം പറയാം, ഞാൻ ചെയ്തതിനെക്കാട്ടും എൻ്റെ പാട്ട് തന്നെ ഒരു വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. സംഗീതം അത് തന്നെ, ഓർക്കസ്ട്രേഷൻ അത് തന്നെ. പക്ഷേ ഞാൻ 2 വയലിന് ഉപയോഗിച്ച് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഇവർ 15 വയലിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പാട്ട് 10 മടങ്ങ് കയറിയിട്ടുള്ള പാട്ട് കേട്ടാൽ അതാണ് നല്ലതെന്ന് എല്ലാവരും പറയും. അത്രയും നല്ല പാട്ടാണ്. പക്ഷെ രചനയും സംഗീതവും ഇയാളെ പേര് വെച്ചിട്ട് കൊടച്ചക്കുറവും വെച്ചിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോഴാണ് ഇത്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് രാത്രിയിൽ, സാർ ഞാനാണ് ഇന്നയാളാണ്, പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു 2 കൊല്ലമായി ഇത് ഇയാൾ ഉപയോഗിക്കുന്നത്, ഞാൻ അറിയുന്ന ലാസ്റ്റിലാണ്.
2 കൊല്ലമായിട്ട് പാട്ട് ഉപയോഗിച്ചിട്ട് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അത് ഇവിടെയുള്ള വടകര പോലീസ് സ്റ്റേഷനിൽ എൻ്റെ സ്വാധീനം കൊണ്ട് അവർ വിളിപ്പിച്ചതാണ് എത്രയോ ദിവസത്തിന് ശേഷം. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ ഒരു തെറി വാക്കാണ് വന്നത്. അയാൾ സ്വാമിയാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആദ്യം അത് പറഞ്ഞതിന് ശേഷമാണ്, ഞാനങ്ങനെ പറയലില്ല സ്വാമികളെ കൊണ്ട്, അത് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയെല്ലാം പറഞ്ഞത്. പിന്നെ അതിലും വലിയ കൗതുകമായിട്ടുള്ള ഒരു രസം കൂടി ഇങ്ങോട്ട് പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ സംഭാവന വിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരെല്ലാം കൂടിയിട്ട് ഒരു നോട്ടീസുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് രാവിലെ. അതിൽ ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോസിൽ ഈ കൊടച്ചക്കരം വെച്ച ചങ്ങയിൻ്റെ ഫോട്ടോ ഉണ്ട്, ഗാനമേള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പോയി ചോദിക്കണം, എന്തെല്ലാം സംഗതി, എന്നെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പരിസരം കണ്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ 2-3 ദിവസം അയാൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇയാൾ വന്ന് തലേ ദിവസം അവിടെ ഹോൾട്ടാണ്, ഞാനിവിടെ ഉള്ളതെന്ന് അവർക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പോയി ചോദിക്കാം, അല്ല ഞാനാണ് ഇന്നയാൾ പാട്ട് പാടി എന്നെല്ലാം പറയാൻ ചോദിക്കാൻ പോയതാ. പിന്നെ അയാൾ യൂട്യൂബിൽ നിന്നെല്ലാം അത് ഡിലീറ്റ് ചെയ്തിരിക്കുക എല്ലാം ചെയ്തേനെ. പക്ഷേ ഞാനവിടെ പോകുമ്പോഴത്തേക്ക് നാട്ടിൽ കുറച്ച് പേര് ഇതറിഞ്ഞു. അപ്പോൾ 2 പക്ഷം ആവും എന്നുള്ള ഒരു സ്ഥിതി വന്നു. അതായത് നീ ആരുടെ വെസ്റ്റേണിൻ്റെ പാട്ടെടുക്കുക എന്നെല്ലാം ഒരാൾ ചോദിക്കുമ്പോൾ ഇയാൾ ഞാളെടുത്താലും എന്താണെന്ന് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞ് അങ്ങോട്ട് പോയേ വേണ്ടെന്ന് പറഞ്ഞ് അത് പോയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് സ്വർണവും പണവും മുതലും ATM വരെ കവർച്ചയായിരുന്നു. നമ്മളെ ഈ പാമരനായ പാട്ടുകാരൻ്റെ പാട്ട് കട്ടുകൊണ്ടുപോയിട്ട് ഇവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് എനിക്കിന്നും മനസ്സിലായില്ല. ഇങ്ങനെ ഒരുപാട് കൈവിട്ടുപോയ പാട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ വിഷയം പറയുന്നില്ല. ബാക്കിയല്ല, നമുക്ക് സമയം ആയി. നമുക്ക് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ തീരാവുന്ന വിശേഷങ്ങളല്ല വത്സം മാഷിൻ്റെ അടുത്തുള്ളത്. പക്ഷെ സമയം ഇപ്പോൾ ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും മാഷോട്, നമ്മുടെ മാഷിൻ്റെ കുറേ അനുഭവങ്ങളാണ് വിവരിച്ചത്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയമായില്ലേ? ശരി. ചെറിയ വരിയല്ലോ അല്ല. മാഷിൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് അതിനുള്ള അവസരമാണ്. അല്ലെങ്കിൽ വത്സമാഷെ കൊണ്ട് നമുക്കൊരു പാട്ട്, കഴിഞ്ഞുപോയ കാലം വത്സമാഷ് പറഞ്ഞത് നീ കൂടെ പാടിയാൽ ഞാൻ പാടും എന്ന് പറഞ്ഞിട്ട് വത്സമാഷ് പാടുന്നത് നമുക്കൊന്ന് കേൾക്കാം. കൂടെ ഞാനും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം. കാരണം വത്സമാഷ് പാടുന്നൊരു ഫീലിൽ എനിക്കൊരു പക്ഷെ പറ്റിയെന്ന് വരില്ല. അതല്ല, ഭാനുപ്രകാശനും എം ജയേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദത്തിലുള്ള ആളാണ്, സംഗീതമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളാണ്. ഈ ഭാനുപ്രകാശിൻ്റെ പെങ്ങളുണ്ട് പ്രസന്നകുമാരി, ആദ്യകാലത്ത് കഴിഞ്ഞു പോയ കാലം അന്ന് പാടി നടന്ന ഒരു കുട്ടിയിൽ അവളും ഉണ്ട്. അപ്പോൾ 1-2 പാട്ടുണ്ട് അതിൽ. കഴിഞ്ഞു പോയ കാലം ഇപ്പോൾ നിങ്ങൾ കേട്ട് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും, എന്നാലും പാടാൻ അതാണ് ഒരു പാട്ട് നമുക്ക് ഉള്ളത്. മാഷ് തുടങ്ങിക്കുന്നല്ലോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ.
ദേവലോകമായിരുന്നൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, പൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. പക്ഷേ അത് കുറച്ചുകൂടി പിച്ചിയാക്കി പറയും. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയേ, ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയേ, ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ടസ്വർഗമോ. ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ടസ്വർഗമോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുറഞ്ഞു പിടയുന്നു ഞാൻ. പിന്നെ മഞ്ഞലയിൽ ഇനി മാഷ് പഠിക്കാൻ എനിക്ക് മാഷിന്റെ ഒരു വളരെ മനോഹരമായ ഒരു പാട്ടുകൾ ഒന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ പാട്ട് പിന്നെ ജസ്റ്റ് അതിനോട് കുറച്ച് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒക്കെ വീഡിയോ ചേർത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആ പാട്ട് വത്സമാഷിൻ്റെ ഒരു പാട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കണ്ട് വീഡിയോ. ആ പാട്ടിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് അത്. പാട്ടിങ്ങനെയാണ്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എനിക്കിഷ്ടപ്പെട്ട മാഷിൻ്റെ ഒരു പാട്ടുകളാണ്. മാഷിൻ്റെ ഉള്ളിൽ ഒരു സംഗീത പ്രതിഭയും കൂടി നമ്മൾക്ക് മനസ്സിലായ ഒരു പാട്ടുകളിൽ ഒന്നാണത്. ഗതകാല സ്മരണകളേ, ഗതി മാറിപ്പോവതെങ്ങോ, മാഞ്ചോട്ടിലേക്കോ മണൽക്കാട്ടിലേക്കോ, മാഞ്ചോട്ടിലേക്കോ മണൽക്കാട്ടിലേക്കോ, മഞ്ചാടി കുന്നിലെ കിളിക്കൂട്ടിലേക്കോ. ഗതകാല സ്മരണകളേ, ഗതി മാറിപ്പോവതെങ്ങോ. ഓർമ്മകൾ മേയുന്നൊരാവണിപ്പാടത്തെ അരിമുല്ലക്കാടുകൾ എങ്ങു പോയി. ഓർമ്മകൾ മേയുന്നൊരാവണിപ്പാടത്തെ അരിമുല്ലക്കാടുകൾ എങ്ങു പോയി. ഇളവയിൽ കായുവാനെന്നും വരാറുള്ള സിന്ദൂര പക്ഷികളെങ്ങു പോയി. എങ്ങോ എങ്ങോ വസന്തവനിക തേടിപ്പോയതെങ്ങോ. ഗതകാല സ്മരണകളേ, ഗതി മാറിപ്പോയതെങ്ങോ. ഇനി എത്ര സന്ധ്യകൾ വന്നു പോയാലുമെൻ കൗമാര ചിന്തകളെങ്ങു പോകാൻ. ഇടയന്റെ പാട്ടുപോ
പോലെത്ര മനോഹരം ഇതുവഴി പോയ ബാല്യകാലം. എങ്ങോ എങ്ങോ വസന്തവനിക തേടിപ്പോയതെങ്ങോ ഗതകാല സ്മരണകളിൽ ഗതി മാറിപ്പോവതെങ്ങോ മാഞ്ചോട്ടിലേക്കോ മണൽക്കാട്ടിലേക്കോ മാഞ്ചോട്ടിലേക്കോ മണൽക്കാട്ടിലേക്കോ മഞ്ചാടി കുന്നിലെ കിളിക്കൂട്ടിലേക്കോ ആ ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ കാത്തിരിക്കുകയാണ് വത്സമാഷ്. മാഷ് പാട്ടനുഭവങ്ങൾ ജീവിതവുമായി ചേർത്ത് പറഞ്ഞപ്പോൾ പലപ്പോഴും നൊമ്പരപ്പെടുത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം നർമ്മം കൊണ്ടത് മറച്ചു പിടിക്കുന്നുണ്ട്. അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വല്ലാതെ ഫീൽ ചെയ്തു. E.V. വത്സൻ എന്ന പേര് കേൾക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും സിഗ്നേച്ചർ സോങ് ഇപ്പോഴും കഴിഞ്ഞുപോയ കാലമാണ്. ഇപ്പോൾ 42 വർഷം മുമ്പ് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് അത് പാടിയ ഒരു പെൺകുട്ടിക്കായിരുന്നു ലളിതഗാനത്തിൽ 1ാം സമ്മാനം. ഇത്രയും വർഷത്തിനടുക്ക് കുറേ അധികം ഗായകർ അത് പാടി പലതവണയായിട്ട് പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചോദ്യം, അതിൽ മാഷക്ക് ഏറ്റവും തൃപ്തി നൽകിയ ഗായകനോ ഗായിക ആരാണ്? ആ പാട്ട് ആദ്യം പാടിയ വിനോദ് വടകരയാണ് എനിക്ക് ആ പാട്ട് ഹൃദ്യമായിട്ട് അന്ന് തോന്നിയത്. കാരണം അതിൻ്റെ ജന്മം വിനോദ് വടകരയുടെ ശബ്ദത്തിലൂടെയാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് ആ പാട്ട് പിന്നെ അവസാനം പാടിയ ദലീമയാണ്. ആ വിനോദ് വടകരയും ദലീമയും ഉള്ള ആ ഒരു ഗ്യാപ്പിൽ എത്രയോ ഈ നിങ്ങളിപ്പം യൂട്യൂബിൽ തിരഞ്ഞാൽ 100, 500ഓളം ഈ ലിങ്ക് കാണും പുതിയ തലമുറ കുട്ടികൾ പാടുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് ആദ്യമായിട്ട് ഹൃദ്യമായിട്ട് പറഞ്ഞ വിനോദ് വടകര പാട്ട് തന്നെയാണ്. ഹലോ, എനിക്ക് ചോദ്യമല്ല, വത്സമാഷയുടെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അത് എൻ്റെ ജീവിതമല്ല, എൻ്റെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ തലശ്ശേരി കതിരൂർ സ്വദേശിയാണ്. ഞാനിവിടെ മാതൃഭൂമിയുടെ ഒരു ലേഖകൻ കൂടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അവിടെ പ്രശസ്തമായ ഒരു ഗായിക KK അച്യുതകുമാരി ഇവിടെ ജവഹർ സ്കൂളിലുണ്ടായിരുന്ന അധ്യാപികയാണ്. അടുത്ത ദിവസം കഴിഞ്ഞ വർഷം മരിച്ചു. ടീച്ചർ ഇവിടെ എൻ്റെ തൊട്ട വീട്ടിനടുത്ത് തന്നെയാണ്. ഞാൻ അജിയേച്ചി എന്നാണ് വിളിക്കാറ്. വളരെ നമ്മൾ ചെറുപ്പം മുതലേ ഞാനുമായിട്ട് വളരെ സൗഹൃദമാണ്. അപ്പോൾ ടീച്ചറുടെ ഈ മാതൃഭൂമിയിൽ അന്ന് നമ്മുടെ ആ ഭാഗത്ത് ഒരു പങ്ക്തി ഉണ്ടായിരുന്നു, പ്രശസ്തരായിട്ടുള്ള വനിതകളെ കുറിച്ച് എഴുതും. അപ്പോൾ അന്ന് ആ അജിയച്ചിനെ കുറിച്ച് എഴുതിയത് കണ്ണാ വരം തരുമോ വരും തരുമോ എന്നൊരു പാട്ടാണ്. എനിക്കൊന്നും അതിവിടെ പരാമർശിച്ചിട്ടില്ല. ആ കണ്ണാ വരം തരുമോ എന്ന ഗാനം അജിയച്ച് മരിക്കുന്നതിൻ്റെ കുറച്ചത് അസുഖബാധിതയാകുന്നതിന് മുന്നേ പോലും നമ്മുടെ നാട്ടിൽ ഏത് ഗാനമേളയുണ്ടെങ്കിലും പാടുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെ ആദ്യ വരി വെച്ചിട്ട് തന്നെയാണ് ഞാൻ മാതൃഭൂമിയിൽ അന്നൊരു ലേഖനം എഴുതി. കണ്ണാ വരം തരുമോ എന്ന ഗാനം സ്കൂളുകളിലും കോളേജുകളിലെയും, എനിക്ക് കൃത്യമായി ഇപ്പോൾ ഓർമ്മയില്ല വരികൾ, ഞാനിങ്ങനെ കോളേജുകളിലും ഈ കുട്ടികൾ പാടി നടന്ന ഒരു പാട്ടാണ്. നിരവധി യുവജനോത്സവ വേദികളിലും ആ പാട്ട് 1ാം സ്ഥാനം കരസ്ഥമാക്കി. വടകരയിലെ E.V. വത്സൻ എഴുതി KK അച്യുതകുമാരി പാടിയ ഈ പാട്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത പിന്നെ അജിയേച്ചിൻ്റെ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വാർത്ത എഴുതിയപ്പോഴുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അത് നന്നായിട്ട് പലരും അജിയാണ് അത് ആദ്യമായിട്ട് പാടിയെന്ന് പറയുകയും എല്ലാം ചെയ്തു.
2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, അതൊരു വെള്ളിയാഴ്ചയാണ് വാർത്ത വരിക ചെയ്യുന്നത്. തിങ്കളാഴ്ച ജവഹർ സ്കൂളിൽ പോയപ്പോൾ അവിടെ വലിയൊരു ഫ്ലക്സാണ് വന്നത്. അജിതകുമാരി കണ്ണാവരം തരുമോ എന്ന് പാടി ഹിറ്റാക്കിയ അജിതകുമാരി ടീച്ചർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. അത് കഴിഞ്ഞപ്പോൾ അന്നത്തെ DD വിളിച്ചപ്പോൾ, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരുപാട് പാടി നടന്നതാണ് ടീച്ചറെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ വക ഒരു ആദരവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ആദരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് EV വത്സൻ എന്ന് പറയുന്നവരെ ആദ്യമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടപ്പോൾ ഈ കണ്ണാവരം തരുമോ എന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടെന്നാണ് എൻ്റെ യൂട്യൂബിൽ എൻ്റെ എവിടെയോ എൻ്റെ മെയിലിൽ എവിടെയോ ഉണ്ട് കിടക്കുന്നത്. പിന്നെ അജിതേച്ച് മരിച്ചപ്പോഴും ഇനി കണ്ണാവരം തരുമോ എന്ന് പാടാൻ അജിയേച്ചി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വാർത്ത ഞാൻ കൊടുത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും ഹിറ്റായ ആ പാട്ട് പിന്നീട് ആരൊക്കെയോ ജാനകി വരെ പാടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ലെ ദിലീമയാണോ ആരോ പാടിയിട്ട്, ജാനകി ദേവി അല്ലെ ജാനകി ദേവി പാടിയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ അതിൽ EV വത്സനും പിന്നെ വന്നില്ല, അജിതയും ഒന്നും വന്നില്ല. അവരുടെ പാട്ട് ഇതേപോലെ ആരോ കോപ്പി ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ അത്ര മനോഹരമാണ് ആ പാട്ട്. ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് പാടിത്തന്നാൽ വളരെ സന്തോഷം. ആ പാട്ട് സാധാരണഗതിയിൽ അത് പാടുക ഈ ഫീമെയിൽ സോങ് ആണ്. പിന്നെ എനിക്കിപ്പോൾ വൃദ്ധസ്വരായതുകൊണ്ട് ആ ഹൈ പിച്ചിലൊന്നും പാടാൻ പറ്റില്ല. പക്ഷെ അതത്രയും ആകർഷണീയമാക്ക ഒരു കാരണം അതിലുള്ള ചെറിയ സിമ്പിൾ. ഈ കൃഷ്ണൻ്റെ പാട്ടൊക്കെ അന്ന് പര്യായ പദങ്ങൾ വെച്ചിട്ട് എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് കണ്ണന് കൃഷ്ണനെ പറ്റിയെല്ലാം എഴുതും, കുറേ പര്യായ പദങ്ങൾ വെച്ചിട്ട് പാട്ടുകൾ എഴുതുന്ന ഒരു സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു, സിനിമാ പാട്ടൊക്കെ. പക്ഷേ ഇതിൽ ചെറിയ അത്തരത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ള ഇപ്പോൾ അറിഞ്ഞ് ചിതരിയുന്നത് കാണാം കണ്ണ മനമൊഴുകുന്നതറിയാൻ, അതാണ് ചിത എരിയുന്നത് കാണാം മനമൊരുകുന്നത് ആരറിയാൻ. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള ഗാനങ്ങളിൽ നിന്ന് ആ ഒരു പദവ്യത്യാസം അതാണ് അത് കൂടുതൽ ആകർഷണീയമായത്. അജിതകുമാരി എന്ന് പറയുന്ന ആ ഗായിക എൻ്റെ തുടക്കം മുതലേയുള്ള പാട്ടുകാരിയാണ്. ഈ അജിതകുമാരിയും ശ്രീലത വടകരി ഞങ്ങൾ എറണാകുളത്ത് എല്ലാ ടീമുമായിട്ട് പോവാണ് അവർ റെക്കോർഡിങ്. കാരണം ഇവിടുന്ന് സ്റ്റുഡിയോ പോരാ എന്നുള്ള തോന്നലുണ്ടായി, കുറേ റെക്കോർഡ് ചെയ്യുമ്പോൾ. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഗായിക ഉണ്ട്, അവിടുത്തെ ഒരു ഗായിക. അവർക്കൊരു 2 പാട്ട് പാടുക അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. അജിത ടീച്ചർ ഉള്ള സമയത്ത് തന്നെ ആയിക്കോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അജിത ടീച്ചർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, കാരണം പാടുകയും കൂട്ടിക്കൊണ്ടുപോയല്ലേ. അവർ വന്നിട്ട് 1 പാട്ട് പാടി 2 പാട്ട് പാടി, ഞങ്ങൾ 9 പാട്ടുണ്ട്. അജിത ടീച്ചർ 2 പാട്ടും കൂടി ഈ കുട്ടി കൊണ്ട് പാടിച്ചു. പാവാട ഉടുത്ത് വന്ന് അച്ഛനും മോളും വന്ന കുട്ടി ഇതാണ് അന്ന് പാടുക വന്ന്. അപാരമായ ശബ്ദ സൗകുമാര്യം. പക്ഷേ ശബ്ദം പാടിയപ്പോൾ അജിത ടീച്ചർ എന്നോട് പറഞ്ഞത്, അന്ന് ടീച്ചറല്ല അജിത, എന്നോട് പറഞ്ഞത് വത്സേട്ടാ ഊറിനെ എല്ലാ പാട്ടും പാടിക്കോട്ടെ അത്രയും ഗംഭീരമായി എന്നോട് പറഞ്ഞു പഠിച്ചത്. കാരണം ആ ഗായികയാണ് പിൽക്കാലത്ത് ഈ ഇളയരാജ, അന്ന് മിനി എന്നാ പറഞ്ഞ്, പിന്നെ കേട്ട് ഇളയരാജ അത് മിൻമിനിയാക്കി ചിന്ന ചിന്ന ആശയി പാടി എന്നെല്ലാം ഞാൻ പിന്നീട് അറിയുന്നത്. അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ അജിതകുമാരി ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗീതമാണ്. ഇപ്പോൾ നിങ്ങളത് ഓർമ്മിപ്പിച്ചതിന് നന്ദി. അജിതകുമാരി ടീച്ചറുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പ്രണാമം അർപ്പിക്കാനുള്ള ഒരു സന്ദർഭങ്ങൾ ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. നമ്മൾ പരിപാടികളുടെ സമാപനത്തിലേക്ക് പോവുകയാണ്. വടകരയുടെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തുകൊണ്ട് കടത്തനാട്ട് സാഹിത്യോത്സവത്തിൻ്റെ 2ാം പതിപ്പ് അവസാനിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മൂസ വക്കീലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സാഹിത്യ സംവാദത്തിൽ അവസാന നിമിഷത്തിൽ ശ്രീ വത്സമാഷോടും ശ്രീ ഭാനുപ്രകാശിനോടൊപ്പം പങ്കെടുക്കാൻ കഴിയുള്ള ചാരിതാർത്ഥ്യവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.